ഇന്ന് നാം എടുക്കുന്ന വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. അതിനാധാരമായി ഒരു വേദഭാഗം വായിക്കാൻ പോവുകയാണ്. ഇന്നത്തെ മെസ്സേജിനായിട്ട് നമുക്കെല്ലാവർക്കും സുപരിചിതമായ, നമുക്കെല്ലാവർക്കും പരിചയമുള്ള, കാണാതെ അറിയാവുന്ന ഒരു വേദഭാഗമാണ് വായിക്കാൻ പോകുന്നത്. 23-ാം സങ്കീർത്തനം, അതിൻ്റെ 5-6 വാക്യങ്ങൾ വായിക്കപ്പെടുന്നു. Psalms 23 വേർഡ് 5 and 6. എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. For today's meditation, let's turn our attention to Psalm number 23 verse 5 and 6. You prepare a table before me in the presence of my enemies. You anoint my head with oil. My cup runs over. Surely goodness and mercy shall follow me all the days of my life, and I will dwell in the house of the Lord forever. അഭിഷിക്തനായ ദാവീദ് എഴുതിയ സങ്കീർത്തനങ്ങളിൽ, പാട്ടുകളിൽ അതിശ്രദ്ധേയമായ, പ്രസക്തമായ ഒരു സങ്കീർത്തനമാണ് 23-ാമത്തെ സങ്കീർത്തനം. വാസ്തവത്തിൽ 23-ാമത്തെ സങ്കീർത്തനം എന്ന് പറയുന്നത് ദാവീദ് എന്ന് പറയുന്ന ദൈവപുരുഷൻ്റെ, അഭിഷിക്തൻ്റെ, രാജാവിൻ്റെ ജീവിതമാണ്, ജീവിത ചരിത്രമാണ്. ചില വാക്യങ്ങളുടെ അകമ്പടിയോടുകൂടെ ഒരു ചെറിയ സങ്കീർത്തനമായി താൻ പാടിയിരിക്കുന്നത്. Psalm number 23 is one of the most significant songs which was written by King David, and you can see within this 6 verses David has written his whole biography in a very concise manner. ദൈവത്തിൻ്റെ പുരുഷനായ, ദൈവം തിരഞ്ഞെടുത്ത ദാവീദിനെ കുറിച്ചും ദാവീദിൻ്റെ ചരിത്രങ്ങളെക്കുറിച്ചും ജീവിതാനുഭവങ്ങളെക്കുറിച്ചും നാം വായിക്കുകയും പഠിക്കുകയും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതിനകത്തുനിന്ന് ധ്യാനിക്കുകയും ചെയ്താൽ നാം ഒക്കെ കടന്നുപോയ എല്ലാ സാഹചര്യങ്ങളിലൂടെയും പല അവസ്ഥകളിലൂടെയും ദാവീദ് കടന്നുപോയിട്ടുണ്ട്. തൻ്റെ ജീവിതവും ജീവചരിത്രവും ഇന്ന് ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവികമായ ആലോചനയായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. If you meditate the words of David, if you have sung the psalms written by David, you can very well understand one thing, that this is exactly my life, this is exactly your life, and for that, just for that reason, this message is for you today. It will touch every areas of your life. ഒരു സാധാരണ മനുഷ്യനെ ഒരു അസാധാരണ വ്യക്തിത്വമാക്കുവാൻ കഴിയുമെന്നും സഹോദരങ്ങളും കുടുംബവും ഒക്കെ തഴഞ്ഞ മനുഷ്യനെ രാജപദവിയിലേക്ക് ഉയർത്തുവാൻ കഴിയുമെന്നും എല്ലാവരാലും നിന്ദിക്കപ്പെട്ടാലും ഭരണകൂടങ്ങളും രാജാക്കന്മാരും ഫെലിസ്ത്യരും ശൗലും ലോകം മുഴുവൻ എതിരായി നിന്നാലും ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ തൈലം ശിരസിൽ പതിച്ച ഒരുവനെ ഉലകത്തിലെ ഒരു ശക്തികൾക്കും പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ലെന്നും ജീവിതാനുഭവങ്ങളിൽ നിന്ന് എന്നോടും നിങ്ങളോടും വ്യക്തമാക്കിയ ദൈവപുരുഷനാണ് ദൈവം തിരഞ്ഞെടുത്ത ദാവീദ് എന്ന മനുഷ്യൻ. David is a man who exhibits this kind of an exemplary life from which we can understand one thing: even if the whole world turns around a person, even if the whole family turns against a person, even if all the kingdoms are after a person, if a man is anointed by the Lord, none can stand against him. David's life is a perfect example. ഈ ലോകത്തിലെ പല മനുഷ്യരെ കുറിച്ചും പലരും സാക്ഷ്യങ്ങൾ പറയാറുണ്ട്. പലരെ കുറിച്ചും നല്ല തിമോത്തിയോസിനെ കുറിച്ച് പൗലോസ് പറയുന്നു, നീ നല്ല സാക്ഷ്യം പ്രാപിച്ചവനായിരിക്കും. ഒരു ഗുഡ് റിപ്പോർട്ട് തിമോത്തിയോസിനെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. തൻ്റെ കൂടെ നിന്ന ശുശ്രൂഷകരെ കുറിച്ച് നല്ല സാക്ഷ്യങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. എന്നാൽ സഭയ്ക്ക് എതിരായും തനിക്കെതിരായും ഒക്കെ പ്രവർത്തിച്ച പലരെക്കുറിച്ചും ആ നിലയിലുള്ള കാര്യങ്ങളും പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. നമ്മളും ഓരോ വ്യക്തികളും പലരെക്കുറിച്ചും അവരുടെ അനുഭവങ്ങൾ, അവരുടെ ജീവിതങ്ങൾ, അവർ നമുക്ക് സമ്മാനിച്ച
നന്മകൾ, തിന്മകൾ, വേദനകളൊക്കെ നാം മറ്റുള്ളവരോട് ചിലപ്പോൾ പങ്കുവെക്കാറുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവം, സാക്ഷാൽ സർവശക്തനാകുന്ന ദൈവം സാക്ഷ്യം പറഞ്ഞ, സാക്ഷ്യപ്പെടുത്തിയ വിരളിൽ 5 വിരലിനകത്ത് എണ്ണാവുന്ന വ്യക്തികളെ ബൈബിളിലുള്ളൂ. അങ്ങനെ ഒരു വ്യക്തിയാണ് ദാവീദ് എന്ന് പറയുന്നത്. ദൈവം ദാവീദിനെ നോക്കി പറഞ്ഞു, ഡേവിഡ്, എ മാൻ ആഫ്റ്റർ മൈ ഹാർട്ട്. ദാവീദ് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 22-23 വാക്യങ്ങൾ ഒന്ന് വായിക്കുക. ക്യാൻ യു പ്ലീസ് റീഡ് ദാറ്റ് പാസേജ്? ആക്ട്സ് ചാപ്റ്റർ 13. അവൻ നിനക്കായിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശ്ശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അവന്റെ സന്തതിയിൽ നിന്നും ദൈവം വാഗ്ദത്തം ചെയ്ത പോലെ ഇസ്രായേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ആ ഭാഗം ദൈവദാസൻ ഒന്ന് വായിക്കാമോ? ദാവീദിനെ എനിക്ക് ബോധിച്ച മനുഷ്യനായി കണ്ടു എന്നുള്ള ഭാഗം. ദൈവം അവർക്ക് ബെന്യാമിൻ ഗോത്രക്കാരൻ കീശിന്റെ മകൻ ശൗലിനെ 40 ആണ്ടത്തേക്ക് കൊടുത്തു. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശ്ശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. ഞാൻ ഇശ്ശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച മനുഷ്യനായി കണ്ടു. നിങ്ങൾക്ക് പലരെയും ബോധിച്ചു, നിങ്ങൾക്ക് ചിലരെ ബോധിച്ചില്ല. നിങ്ങൾക്ക് ചിലരെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ചിലരെ ഇഷ്ടമല്ല. നിങ്ങൾക്ക് ചിലരോട് താല്പര്യമാണ്, നിങ്ങൾക്ക് ചിലരോട് താല്പര്യമല്ല. എന്നാൽ ദാവീദിനെ കുറിച്ച് ദൈവം പറയുന്നു, എനിക്കവനെ ഇഷ്ടമാണ്, എനിക്കവനെ ബോധിച്ചു, അവന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദൈവം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്താ പിന്നെ ആ വ്യക്തിയോട് പിണക്കം? ദൈവത്തിന് ഒരാളെ ഇഷ്ടമാണെങ്കിൽ, ദൈവം ഒരാളെ അംഗീകരിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആ വ്യക്തിയെ അംഗീകരിക്കാൻ ഒരു തടസ്സം? അത് നമ്മുടെ ഈഗോയാണ്, നമ്മുടെ പ്രൈഡാണ്, നമ്മുടെ ജഡമാണ്. ദൈവം സ്നേഹിക്കുന്നതിനെ നാം സ്നേഹിക്കുന്നതും ദൈവം വെറുക്കുന്നതിനെ നാം വെറുക്കുന്നതും, ദൈവം ഇഷ്ടപ്പെടുന്നതിനെ നാം ഇഷ്ടപ്പെടുന്നതും ദൈവം ഇഷ്ടപ്പെടാത്തതിനെ നാം തിരസ്കരിക്കുന്നതും, ദൈവം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നെങ്കിൽ ആ വ്യക്തിയെ നാം സ്നേഹിക്കുന്നതും ദൈവം സ്നേഹിക്കാത്തതിനെ നാം മാറ്റി നിർത്തുന്നതുമാണ് യഥാർത്ഥ ആത്മീയത അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. In the Bible, you will find very few people reported by the Lord as a good person, and David is the most prominent among them. We find the report in Acts chapter 13, verse 22. In his testimony about him, he said, I have found David, son of Jesse, but to be a man after my heart, who will carry out my wishes. Very few people had got such a great report. We have to love those who are loved by the Lord. We have to reject those who have rejected by the Lord. That is the speciality of the real anointing. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അവന്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. നമ്മൾ ദാവീദിന്റെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ, ദാവീദിന്റെ ജീവിതാനുഭവങ്ങൾ പഠിക്കുമ്പോൾ തിരസ്കരിക്കപ്പെട്ട, അവഗണിക്കപ്പെട്ട, ഒറ്റപ്പെട്ട ഒരുപാട് പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ച മനുഷ്യനാണ് ദാവീദെങ്കിലും ചരിത്രം എടുത്തു നോക്കുമ്പോൾ അവന്റെ ഗോത്രത്തിൽ നിന്നും യേശു എന്ന രക്ഷിതാവിനെ ജനിക്കുവാനായി പിതാവ് അനുവദിക്കുകയാണ്. അവിടെ കൊണ്ടും തീരുന്നില്ല. യേശു ഈ ഭൂമിയിൽ പരസ്യ ശുശ്രൂഷ ചെയ്തപ്പോൾ യേശുവിനെ പലരും വിളിച്ചത് തന്നെ ദാവീദ് പുത്ര എന്നാണ്. തിമായുടെ മകനായ ബർത്തിയുമായി യേശുവിനെ സംബോധന ചെയ്ത പദം ദാവീദ് പുത്ര, യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യന്റെ, അഭിഷിക്തന്റെ ചരിത്രം ക്രിസ്തുവിന്റെ കാലത്തും തുടരുന്ന ഒരു കാഴ്ച നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുകയാണ്. You find that in verse number 23 of this man's posterity, God has brought to Israel a savior, Jesus, as he promised. Though David has to undergo many ordeals and turmoils in his lifetime, the history of this man, even after his death, is continuing. In Jesus' ministry, you find Bartimaeus calling him Jesus, son of David. The history of this man is continuing even during Jesus' time.
ആമേൻ. ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ രാജാവായിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം ഇടപെടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ, ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല, യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കുക കൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്, അവനെ യഹോവ തന്റെ ജനത്തിന് പ്രഭുവായി നിശ്ചയിച്ചിരിക്കുന്നു. ദൈവത്തിന് ബോധിച്ച ഒരു മനുഷ്യനെ ദൈവം അന്വേഷിക്കുന്നു. ഇതാ ദൈവം അങ്ങനെ അന്വേഷിച്ച് ദൈവം കണ്ടെത്തിയ മനുഷ്യനാണ് ദൈവപുരുഷനായ ദാവീദ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോഴും അതിന്റെ 13-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ലൂക്കോസ് പറയുന്നത്, അവനെ നിനക്കായിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ യിശ്ശയ്യായുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു, അവൻ എന്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് അവനെ കുറിച്ച് ഞാൻ സാക്ഷ്യം പറഞ്ഞു. ദൈവത്തിന്റെ ഹിതം ചെയ്യുന്ന, ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള മനുഷ്യൻ, ദൈവത്തിന്റെ മനസ്സ് വായിക്കുവാൻ കഴിയുന്ന മനുഷ്യനായിരുന്നു ദാവീദ് എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ നിങ്ങൾ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളെ ഈ ചരിത്ര പശ്ചാത്തലം സ്പർശിക്കുവാൻ പോവുകയാണ്. In 1 Samuel 13:14 and in Acts 13:22, we read this fact that the Lord was seeking a person who is after his own heart, a person who understands the heartbeat of God, a person who understands what the Lord is thinking about this world, and such a man was David, and he was raised by the Lord in his generation. എന്തായിരുന്നു ദാവീദിന്റെ ജീവിതത്തിന്റെ വിജയരഹസ്യം? What was the speciality of the victorious life of David? ദാവീദിന്റെ ജീവിതത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരുപാട് വിജയ രഹസ്യങ്ങളുണ്ട്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യന്റെ ജീവിത പരാജയത്തെക്കുറിച്ച് നാം വിലയിരുത്തി അത് പഠിക്കുന്നവരായിരുന്നാൽ നിശ്ചയമായിട്ടും അത് നമ്മൾക്ക് പ്രയോജനപ്പെടും. വിശുദ്ധ ബൈബിളിൽ ദൈവസന്നിധിയിൽ നിന്ന് വീണുപോയ ഒരുപാട് പേരുണ്ട്, നിത്യത നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്, അഭിഷേകം നഷ്ടപ്പെടുത്തിയ ഒരുപാട് പേരുണ്ട്. അവർ എന്ത് കാരണത്തിലാണ്, ഏത് വിഷയത്തിലാണ് വീണത്, തകർന്നത്, പരാജയപ്പെട്ടതെന്ന് നാം വിലയിരുത്തുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ മേഖലകളിൽ നിന്ന് നമുക്കൊരു അലേർട്ടാണത്, നമുക്കൊരു വാണിംഗ് ആണത് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ. എന്നാൽ മറ്റു ചില ഭാഗങ്ങളിൽ ചില മനുഷ്യരുടെ ജീവിതത്തിലെ വിജയരഹസ്യങ്ങളുണ്ട്. അവരുടെ ജീവിതം എന്തുകൊണ്ടാണ് സക്സസ് ആയത്? പലരും അവരെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും പലരും അവരെ പരാജയപ്പെടുത്താൻ നോക്കിയിട്ടും ലോകവും രാജ്യവും മനുഷ്യനും ശത്രുക്കളും കുടുംബക്കാരും എല്ലാം അവർക്കെതിരായി നിന്നിട്ടും എന്തുകൊണ്ടാണ് ആ വ്യക്തി വിജയിച്ചത് എന്ന അവരുടെ വിജയരഹസ്യങ്ങളെ നാം മനസ്സിലാക്കി അത് അഡോപ്റ്റ് ചെയ്താൽ, അത് സ്വീകരിച്ചാൽ, അത് റിസീവ് ചെയ്താൽ നമ്മുടെ ജീവിതവും ഒരു ജയത്തിലേക്ക് പോകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. In the Bible, you can find two kinds of people. The first category is people who have failed in their life. If you study their life closely, you can find how they failed, which were the areas in which they clearly failed in their life, and if you can rectify those things in your life, you can be successful. And the second category is the people who are victorious, triumphant in their life. And those people, if you study their life so closely, you can understand how they became so successful despite the problems they faced in their life, the turmoils they underwent in their life. Despite all those things, they were successful. If you study their life, you can be successful also. ദാവീദിന്റെ വിജയത്തിന്റെ പിറകിൽ ഞാൻ കാണുന്ന, ഞാൻ പഠിച്ച, ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് എല്ലാറ്റിനേക്കാളും അധികമായി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം ദാവീദിനുണ്ടായിരുന്നു. സങ്കീർത്തനങ്ങൾ ഉടനീളം നിങ്ങൾ വായിച്ചേ, ദിനവൃത്താന്ത പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കിയേ, സാമുവേലിന്റെ പ്രവചന പുസ്തകങ്ങളിൽ നിങ്ങളുടെ കണ്ണുകൾ ഓടിച്ചേ. ഓരോ സംഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ ദാവീദിന്റെ ജീവിത ചരിത്രത്തെ വിലയിരുത്തുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിൻ്റെ മുമ്പിൽ നെടുമ്പാട് വീഴുന്ന, പൊട്ടിക്കരയുന്ന, ഹൃദയപരമാർത്ഥതയോടെ അവനെ ആരാധിക്കുന്ന, ദൈവസ്നേഹം കവിഞ്ഞൊഴുകുന്ന ഒരു ഹൃദയം ദാവീദിനുണ്ടായിരുന്നു. ഒരൊറ്റ വാക്യത്തിൽ മാത്രം, എല്ലാം ഒത്തിരി പറയാനുണ്ട്, 100 കണക്കിന് റെഫറൻസുകൾ വെക്കാനുണ്ട്. പക്ഷേ 18-ാമത്തെ സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു.
I will love thee, O Lord my strength. എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എപ്പോഴും ദൈവമക്കളെ, ജീവിതം വിജയിക്കണമോ അതിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു സ്നേഹമുണ്ടാകണം. ഭാര്യ ഭർത്തൃബന്ധം അനുഗ്രഹപൂർണമാകണമോ അവിടെ വ്യാപരിക്കേണ്ട ഒരു സ്നേഹമുണ്ടാകണം. എല്ലാ ബന്ധങ്ങൾക്കും അകത്ത് വൈരാഗ്യ ബുദ്ധികളില്ലാതെ, സ്വാർത്ഥതകളില്ലാതെ അകത്ത് വെളിപ്പെടുന്ന ഒരു സ്നേഹമുണ്ടെങ്കിൽ, ഇത് ഇന്ന് ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷയെ സ്നേഹിക്കുന്ന ദൈവമക്കളോട്, ദൈവവിശ്വാസികളോട്, വേദപുസ്തകം സത്യമാണെന്ന് ഉറപ്പുള്ള എല്ലാവരോടും വളരെ സ്നേഹത്തോടെ, താഴ്മയോടെ ഞാൻ അറിയിക്കട്ടെ പ്രിയപ്പെട്ടവരെ, സ്നേഹം എവിടെയുണ്ടോ വിജയം അവിടെയുണ്ട്. എവിടെ സ്നേഹമില്ലായ്മയുണ്ടോ അവിടെ വലിയ പരാജയങ്ങൾ സംഭവിക്കും. ഭാര്യ ഭർത്തൃബന്ധത്തിൽ ആ സ്നേഹമുണ്ടാകട്ടെ, കർത്താവിനോടുള്ള ബന്ധത്തിൽ ആ സ്നേഹമുണ്ടാകട്ടെ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ആ സ്നേഹമുണ്ടാകട്ടെ, നിങ്ങളുടെ സഹപ്രവർത്തകരോടുള്ള ബന്ധത്തിൽ ആ സ്നേഹമുണ്ടാകട്ടെ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ആ സ്നേഹമുണ്ടാകട്ടെ. എല്ലാ മേഖലകളിലും വ്യാപരിക്കുന്ന ഒരു ദൈവസ്നേഹമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു. നിങ്ങൾ സ്നേഹിക്കുന്നവരായി തീർന്നാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നിങ്ങൾക്ക് വലിയ അഭിഷേകമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാന്ന് അറിയുമെന്നല്ല, നിങ്ങൾക്ക് 9 കൃപാവരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് അറിയുമെന്നല്ല, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയുമെന്നാണ് യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിലും അതിൻ്റെ 13-ാം അധ്യായത്തിലും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. If you ask what was the basic thing, what was the thing which demarcated this man from others as a person who was used by the Lord, the quintessential thing was this: he loved the Lord above everything else of this world. He worshipped the Lord so mightily. He loved with all his strength. We find that in Psalm number 18 verse 1, I love you, O Lord, my strength. He loved the Lord above everything else of this world, and that's the reason why he was victorious. People were against him, but still he persisted in that love. All those who are hearing this message, if you want to be victorious in life, Jesus didn't say that if you have an anointing you will be my disciples. He said if you show love with each other you will be my disciples. Wherever love is there will be victory. ദൈവം നിങ്ങളെ ഉയർത്തണമെങ്കിൽ, ശുശ്രൂഷയിൽ ഉപയോഗിക്കണമെങ്കിൽ, സഭയിൽ നിങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ, കുടുംബജീവിതം ധന്യമാകണമെങ്കിൽ, മക്കളുമായുള്ള ബന്ധം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും വിജയിക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ, വൈരാഗ്യമല്ല, പ്രതികാരമല്ല നിങ്ങളുടെ അകത്തു വേണ്ടത്. അകത്തളങ്ങളിൽ വ്യാപരിക്കുന്ന, ഹൃദയത്തിൽ വ്യാപരിക്കുന്ന, ക്ഷമിക്കുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു ദൈവസ്നേഹമാണ്. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി താൻ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ് തന്നെ ജീവിക്കേണ്ടതിന് എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് നിർണയിക്കുന്നു. സഹോദരങ്ങളെ, ഞങ്ങളെ നിർബന്ധിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹമാണ്. ഞങ്ങളെ നിർബന്ധിക്കുന്നത് ആ കർത്താവിന്റെ സ്നേഹമാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഭയമുണ്ടോ? കടഭാരത്തെക്കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ച്, രോഗത്തെക്കുറിച്ച്, നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച്, വെല്ലുവിളികളെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, ഏതെങ്കിലും പ്രതിസന്ധികളെക്കുറിച്ച് നിങ്ങൾ ഭയക്കുന്നുണ്ടോ? ആ ഭയം പോലും പുറത്താക്കപ്പെടുന്നത് സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. തിരുവെഴുത്ത് പറയുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഒന്നിനെ കുറിച്ചും ഭയപ്പെടാത്ത ആരാണ്? ദൈവത്തെ സ്നേഹിക്കുന്ന ഹൃദയമുള്ള വ്യക്തികൾ. ദൈവം ഈ വർഷം ഇയർ ഓഫ് പ്രിപ്പറേഷൻ ആണ്. ദൈവം ഒരുക്കിയ നന്മകളെ പ്രാപിക്കേണ്ടതായ ഒരു വർഷമാണ്. കർത്താവിന്റെ വരവിനായി ഒരുങ്ങേണ്ട ഒരു വർഷമാണ്. അപ്പോൾ തന്നെ അനേകരെ കർത്താവിനായി ഒരുക്കേണ്ട ഒരു വർഷമാണ്. ദൈവം സ്തോത്രം, നന്മകൾ ആർക്കാണ് പങ്കുവയ്ക്കുന്നത്? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്. വഴി കൂടെ നടക്കുന്ന എല്ലാവർക്കുമല്ല, പരിഹാസികൾക്കല്ല, പകയന്മാർക്കല്ല, ജഡീകന്മാർക്കല്ല, പാപവഴികളിൽ നടക്കുന്നവർക്കല്ല, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല എന്ന് തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു.
Dear children of God, do you want to be victorious in your life? Be it your personal life, be it in your relationship with your family, be it in your ministry, wherever you are, be it in your business or anywhere. If you want to be victorious in your life, you need to have love in your life. If you are fearful of your future, the Lord says, perfect love casts out the fear. If you have love in your heart, the love of the Lord in your heart, it will be casting out the fear. We find in 2 Corinthians 5 verse 14, for the love of Christ is constraining us. Is the love which is the base of everything. In 2021, you are to receive what the Lord has been preparing for you. And if you need to receive that, it's not given to anyone, it's not given to everyone. It will be given to those who love God. 2021 is for those who love God. ഈ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയിലും റോമാ സഭയിലും ഒക്കെ നിരന്തരമായി പഠിപ്പിക്കുമായിരുന്നു, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹം വേണം, നിങ്ങൾക്ക് ദൈവത്തോട് സ്നേഹം വേണം, നിങ്ങളുടെ സ്നേഹം, പൗലോസ് റോമാ സഭയോട് പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ സ്നേഹം നിർവ്യാജ്യമായിരിക്കണം. ഇതെല്ലാം പറഞ്ഞിട്ട് ഏറ്റവും അവസാനം പൗലോസ് അപ്പോസ്തലൻ ഒരൊറ്റ വാക്കങ്ങ് പറഞ്ഞ് നിർത്തി. അതെന്നാന്നറിയാവോ? 1 കൊരിന്ത്യർ 16:22, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ, നമ്മുടെ കർത്താവ് വരുന്നു. ഇത്രയുള്ള അതിൻ്റെ അർത്ഥം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പേരിൽ ഒരു ബൈബിൾ ക്ലാസ് ഇല്ല, ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പേരിൽ ഒരു മെസ്സേജ് തരാൻ എനിക്ക് താല്പര്യമില്ല. കർത്താവ് വരാറായി. ഇനിയും വഴക്കമുണ്ടാക്കി തമ്മിൽ പിണങ്ങി അസ്വസ്ഥപ്പെട്ട് പരിഹസിച്ചും സമയം കളയരുത്. പക്ഷെ ഒരു വാണിങ് പൗലോസ് അവിടെ കൊടുക്കുന്നുണ്ട്. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെടുന്നു, ശപിക്കപ്പെട്ടവൻ. എന്നാൽ അതിൻ്റെ മറുഭാഗം എന്താണ്? കർത്താവിനെ സ്നേഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, കർത്താവിൻ്റെ വേലയെ സ്നേഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഞാൻ എന്താ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ മെസ്സേജിൽ ഇതിലൂടെ നിങ്ങളെ അറിയിക്കുന്നതെന്നറിയാമോ? ദാവീദ് എന്ന് പറയുന്ന മനുഷ്യനിൽ, അവൻ്റെ ജീവിത വിജയത്തിൽ, നന്മയിൽ, ഉയർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, അവൻ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാകാനുള്ള കാരണമെന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്ന, യഹോവയെ സ്നേഹിക്കുന്ന, വളരെ സ്നേഹത്തോട് അവനായി പാടുന്ന, എന്തും അവനായി കൊടുക്കുന്ന ഒരു മനോഭാവം ദാവീദിനുണ്ടായിരുന്നു. ദാവീദ് ആലയപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് പറഞ്ഞ ഒരു വാക്കുണ്ട്, യഹോവേ, ഞാനും എൻ്റെ ഗൃഹവും നിന്റെ മുമ്പിൽ എന്തുള്ളൂ? നിനക്ക് തരുവാൻ ഞാൻ എന്തുള്ളൂ കർത്താവേ? നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞാൻ നിനക്ക് തരുന്നേ ഉള്ളൂ. എൻ്റേതെന്ന് പറയാൻ എനിക്കൊന്നുമില്ല, സ്വന്തമെന്ന് പറയാൻ എനിക്കൊന്നുമില്ല. എൻ്റെ എല്ലാം എൻ്റെ ദൈവമാണെന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി, ഒരു രാജാവ്. എങ്ങനെ ആ മനുഷ്യനെ ദൈവം ഉയർത്താതിരിക്കും? ഇത് അഹങ്കാരികളുടെ കാലമല്ല, ഇത് നിഗളികളുടെ കാലമല്ല. നിഗളികളും അഹങ്കാരികളും സ്വാർത്ഥതയിൽ ജീവിക്കുന്നവരും അയ്യോ ഭാവം നടിക്കുന്നവരുമൊക്കെ ജീവിതത്തിൽ വിലപിക്കുന്ന കാലഘട്ടമാണ്. എന്നാൽ താഴ്മയുള്ളവനെ ദൈവം ഉയർത്തുന്ന, പ്രാർത്ഥിക്കുന്നവനെ ദൈവം കരുതുന്ന, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവനെ ദൈവം മാനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ ദാവീദിനെ പോലെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടാകട്ടെ. അത് നിമിത്തം ദൈവത്തിന്റെ ഫേവർ, ദ ഫേവർ ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ അനുകൂലത നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും വെളിപ്പെട്ടു വരട്ടെ. If you flip through the pages of the epistles of Apostle Paul, you can find constantly he's reminding the believers that you should have love in your heart and please love one another. He was constantly saying this, and almost he was fed up because he don't find such kind of a love from the believers. At last he says this in 1 Corinthians 16:22. Cursed is the person who doesn't have the love for God. And such a curse is uttered by Paul. And if you find the other side of the same coin, if a person who is cursed, if he doesn't have a love toward God, a person will be blessed for the sole reason that he loves God. David had that kind of a heart. Love your God. Don't go wayward. Don't go to the sins of this world with your full heart. Make it a point that your life exhibits a love for God. ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് എന്ന് വ്യക്തമായി
വ്യക്തമാക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അത് ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്യുന്ന, തൻ്റെ ജീവിതം ജയകരമാകുവാൻ ജയത്തിനായി ഒരുക്കുന്ന ഒരു അധ്യായമാണ്. 1 ശമൂവേലിൻ്റെ പ്രവചന പുസ്തകം, 1 സാമുവേൽ ചാപ്റ്റർ 16 അതിൻ്റെ 16 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ യഹോവ ശമൂവേലിനോട് പറയുകയാണ്, ഇസ്രായേലിലെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ശൗലിനെ തള്ളിയിരിക്കെ അവനെക്കുറിച്ച് എത്രത്തോളം ഞാൻ ദുഃഖിക്കും. കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക, ഞാൻ നിന്നെ ബെത്ലഹേമ്യനായ ഇശ്ശായുടെ അടുക്കലേക്ക് അയക്കും. അവൻ്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ഇശ്ശായി തൻ്റെ മക്കളിൽ ഇളയവനായ ദാവീദിനെ ഒരു പരാജിതനായി കണ്ടപ്പോൾ, ഇശ്ശായി തൻ്റെ മക്കളിൽ ഇളയവനായ ദാവീദിനെ ഒരു പരാജിതനായി കണ്ടപ്പോൾ, ലോകം അവനിൽ ഒരു പരാജിതനെ കണ്ടപ്പോൾ, കേവലം ഒരാട്ടിടയ ചെറുക്കനെ കണ്ടപ്പോൾ, ഇതാ സർവശക്തനായ ദൈവം അവനിൽ ഒരു രാജാവിനെ കാണുകയാണ്. അവനിൽ ഒരു രാജാവിനെ കാണുകയാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ചില വ്യക്തികളോട് പറയട്ടെ, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കുടുംബക്കാരോ ബന്ധുമിത്രാദികളോ ചാർച്ചക്കാരോ സഹോദരങ്ങളോ വ്യക്തിത്വങ്ങളോ കണ്ടിരിക്കുന്നതല്ല ദൈവം നിങ്ങൾക്കായി കണ്ടിരിക്കുന്നത്. നിന്റെ കുടുംബക്കാരും നാട്ടുകാരും നിനക്ക് വേണ്ടി ഒരുക്കിയതല്ല സർവശക്തനാകുന്ന ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയത്. നമുക്കറിയാം ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ, അവനിൽ ലോകം കണ്ടത് ഒരു ഭ്രാന്തനെയാണ്. അവനിൽ ലോകം കണ്ടത് സെല്ലിനകത്തിട്ടാൽ സെല്ല് പൊളിക്കുന്ന, ചെങ്ങല പൊട്ടിക്കുന്ന, കല്ലുകൊണ്ട് തന്നെ താൻ ചതയ്ക്കുന്ന ഒരു ഭ്രാന്തനെ, ഒരു മാനസിക രോഗിയാണ്. എന്നാൽ യേശു കർത്താവ് അവനിൽ കണ്ടത് ഒരു മാനസിക രോഗിയല്ല, ഒരു ഭൂതഗ്രസ്തനെയല്ല. യേശു കർത്താവ് അവനിൽ കണ്ടത് ഗദരദേശത്തെ ഒരു സുവിശേഷകനെയാണ്, ഗദരദേശത്തെ ഒരു അപ്പോസ്തലനെയാണ്, ഗദരദേശത്തെ ഒരു മിഷണറിയാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ ലോകം പറഞ്ഞത് മറക്കുക, ഡോക്ടർമാർ പറഞ്ഞത് മറക്കുക, നാട്ടുകാർ പറഞ്ഞത് മറക്കുക, കുടുംബക്കാർ പറഞ്ഞത് മറക്കുക. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയതിനെ, ദൈവം നിന്നിൽ കണ്ടിരിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. Glory to God. If you want to understand the favor of the Lord towards this man David, you can go to 1 Samuel 16:1, where the Lord sends Samuel to anoint David, and the Lord says, I have found a king among the sons of Jesse. The people never saw that. People saw a shepherd boy, people saw the last son, and he was a kind of a defeated man. But the Lord saw a king. When people are seeing things around you, it's not the same thing the Lord sees in you. Think about the demoniac at the gatherings. People saw a mad person, people saw a person who takes away the shackles, people saw a man who is utterly mad and no one can walk through that place. And you find Jesus went there. Jesus did not see a mad person, Jesus did not see a demoniac in him. The Lord was seeing a great evangelist who will be evangelizing that whole area, and that was the Lord's perspective. Don't believe in what people say about you, believe in what the Lord sees in you. ഇന്ന് ഈ സന്ദേശം വളരെ വ്യക്തമാണ് പ്രിയപ്പെട്ടവരെ. ലോകം അസ്ഥികളുടെ താഴ്വര കാണുമ്പോൾ ദൈവം അതിലൊരു സൈന്യത്തെ കാണുന്നു. ലോകം കൂനയായ സ്ത്രീയെ കാണുമ്പോൾ ദൈവം അവളിലൊരു സാക്ഷിയെ കാണുന്നു. ലോകം രക്തസ്രവക്കാരിയായ സ്ത്രീയെ കാണുമ്പോൾ ദൈവം അവളൊരു സാക്ഷിയെ കാണുന്നു. ലോകം പത്രോസിൽ ഒരു മുക്കുവനെ കാണുമ്പോൾ യേശു അവന്റെ നിഴലിൽ പോലും ശക്തി വ്യാപരിക്കുന്ന ഒരു അഭിഷിക്തനെ കാണുന്നു. ലോകം ഗിദയോനിൽ ഒരു തകർന്നവനെ കാണുമ്പോൾ ദൈവം അവനിൽ ഒരു പരാക്രമശാലിയെ കാണുന്നു. ലോകം ജെറമ്യായിൽ ഒരു ബാലകനെ കാണുമ്പോൾ ദൈവം അവനിൽ ഒരു പ്രവാചകനെ കാണുന്നു. ലോകം കണ്ടതല്ല, മനുഷ്യൻ കണ്ടതല്ല, നാട്ടുകാര് കണ്ടതല്ല, കുടുംബക്കാര് പറഞ്ഞതല്ല, തലതാർന്ന ലൂസിഫർ വിചാരിക്കുന്നതല്ല, മന്ത്രവാദി ചിന്തിക്കുന്നതല്ല, ഇന്ന് അസൂയക്കാരൻ വിചാരിക്കുന്നതല്ല. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി കണ്ടിരിക്കുന്ന നന്മകളെ ഓർത്ത് ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. If you put yourself in the perspective of God, things will be entirely different. If the world sees just a valley of dry bones, the Lord will be seeing a great army there. If the people see just a fisherman in Peter, the Lord is seeing a person with whose shade, with whose shadow many people are being healed. When people see things differently, when people see things which are defeating in you, the Lord is seeing entirely different perspective, and that's the right perspective you need to have. ദൈവം സാമുവേലിനോട് പറയുകയാണ്, ഇശ്ശായിക്ക് 8 മക്കളുണ്ട്, ജെസ്സിക്ക് 8 മക്കളുണ്ട്, ഇശ്ശായിക്ക് 8 മക്കളുണ്ട്. അതിൽ ഒരുവനെ ഞാൻ രാജാവായി കണ്ടിരിക്കുന്നു. അത് ആര് എന്ന്
സാമുവേലിനോട് ദൈവം പറഞ്ഞില്ല. പക്ഷെ സാമുവേൽ അതിന് മറുപടിയായിട്ട് ദൈവത്തോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിന് സാമുവേൽ, ഞാൻ എങ്ങനെ പോകും? ശൗൽ കേട്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ശൗലിനെയും അഭിഷേകം ചെയ്ത മനുഷ്യനാണ് സാമുവേൽ. സാമുവേൽ ഇല്ലെങ്കിൽ ശൗലിൽ. എപ്പോഴും ഓർത്തോണം, ദൈവത്തിന് എപ്പോഴും ഒരു റൂട്ടുണ്ട്, ഒരു വഴിയുണ്ട്. അവൻ്റെ വഴികൾ സ്ഥിരമാണ്, അതിന് മാറ്റമില്ല. അവൻ്റെ വഴികൾ നിലനിൽക്കുന്നതാണ്, അതിന് വ്യത്യാസങ്ങളില്ല. കാലം എത്ര കഴിഞ്ഞാലും, വർഷങ്ങൾ എത്ര പിന്നിട്ടാലും, സാഹചര്യങ്ങൾ മാറി മറിഞ്ഞാലും ദൈവത്തിൻ്റെ വഴികൾക്കും ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾക്കുമൊന്നും ഒരു വ്യത്യാസങ്ങളുമില്ല. ദൈവം ശൗലിനെ അഭിഷേകം ചെയ്യുവാൻ സാമുവേലിനെ നിയോഗിച്ചു. ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ അതേ സാമുവേലിനെ ദൈവം ഇവിടെ നിയോഗിക്കുകയാണ്. പക്ഷെ ശൗൽ എത്ര അഹങ്കാരിയാണെന്നും എത്ര നിഷേധിയാണെന്നും എത്ര തന്നിഷ്ടക്കാരനാണെന്നും ഈ പ്രായമുള്ള സാമുവേൽ പറയുന്ന കേട്ടോ. ഇതെങ്ങാനും ശൗൽ അറിഞ്ഞാൽ അവൻ എന്നെ കൊല്ലും. നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ ഈ മെസ്സേജ് ഒക്കെ കേൾക്കുന്ന സാധാരണ ആൾക്കാർ? അവരോട് പറഞ്ഞുതരാം. ശൗലിന്റെ മേളിൽ അഭിഷേകം വരുവാൻ കാരണമായത് ദൈവം സാമുവേലിനെ ഉപയോഗിച്ചോണ്ടാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ശൗലിന്റെ മുകളിലുള്ള മീതെയുള്ള മനുഷ്യനാണ് സാമുവേൽ. അങ്ങേരെ കൊല്ലാൻ ഇവന് മടിയില്ല. ദൈവത്തിന്റെ അഭിഷിക്തനെ കയറി അടിക്കാൻ ഇവന് മടിയില്ല. അങ്ങനുള്ള ഒരു മനുഷ്യനായി തീർന്നു ശൗൽ. പക്ഷെ അങ്ങനുള്ളവനെ അധിക നാള് ദൈവം വെച്ചോണ്ടിരിക്കില്ല എന്നൊരു സത്യവും കൂടി ഈ സന്ദേശത്തിലുണ്ട്. അങ്ങനുള്ളവനെ അധികം നാൾ ദൈവം സഹിക്കില്ല. തൻ്റെ ദാസന്മാർക്കെതിരെയും തൻ്റെ മക്കൾക്കെതിരെയും ദൈവപ്രവർത്തികൾക്ക് വിരോധമായി നിൽക്കുന്ന വ്യക്തിത്വത്തോട് ദൈവത്തിന്റെ പ്രതികരണം എന്തായിരിക്കും? അവനെ രാജസ്ഥാനത്തു നിന്ന് നീക്കുക, ഇനി അധികം നാൾ അവനെ വെക്കരുത് എന്നൊരു സന്ദേശം അവിടെ ഉണ്ട്. പക്ഷേ അഭിഷേകം ചെയ്യേണ്ടത് സാമുവേലാണ്. സാമുവേൽ പറയുന്നു, ഞാൻ എങ്ങനെ പോകും? ഉടനെ ദൈവം പറയുകയാണ്, നീ അവിടെ ചെന്നൊരു യാഗം കഴിക്കുക, എന്നിട്ട് ആ യാഗത്തിന് ഇശ്യായെയും കൂടെ ക്ഷണിക്കുക. ആ ഇശ്യായെ നീ യാഗത്തിന് ക്ഷണിക്കുമ്പോൾ, അവൻ്റെ ഓൾ ഫാമിലിയെ നീ ക്ഷണിക്കുമ്പോൾ, ആ നിമിഷം ഞാൻ നിന്നോട് പറയും, ആ പറയുന്ന കാര്യം നീ ചെയ്യുക. ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്കായിട്ട് അഭിഷേകം ചെയ്യുക. യഹോവ കൽപ്പിച്ചതുപോലെ സാമുവേൽ ചെയ്തു. താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 5-ാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ സാമുവേൽ അവിടെ എത്തുകയാണ്. എത്തിയിട്ട് സാമുവേൽ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു. 1 സാമുവേലിന്റെ പുസ്തകം 16:5, നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നോടുകൂടെ യാഗത്തിന് വരുവീൻ എന്ന് പറഞ്ഞു. അവൻ ഇശ്യായെയും അവന്റെ മക്കളെയും ശുദ്ധീകരിച്ച് അവരെയും യാഗത്തിന് ക്ഷണിച്ചു. അവർ വന്നപ്പോൾ അവൻ ഏലിയാബിനെ കണ്ടിട്ട് യഹോവയുടെ മുൻപാകെ അവന്റെ അഭിഷിക്തൻ ഇതാ എന്ന് പറഞ്ഞു. നോക്കിയേ, യഹോവ സാമുവേലിനോട് പറയുന്നു, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്നരുളി ചെയ്തു. If you read verse 2 of 1 Samuel 16, Samuel says to the Lord, Samuel said, how can I go? If Saul hears of it, he will kill me. And the Lord said, take a heifer with you and say, I have come to sacrifice to the Lord. The first message from here is that Saul was a man who was anointed as a king by this prophet Samuel. That means he was above in anointing with regard to King Saul. But King Saul has reached a certain place in his life where he will not even shudder even to kill the prophet Samuel. So that was the condition which he has. He will not shudder to kill the prophet Samuel who anointed him. The prophet Samuel can be he can resemble even a pastor, an anointed man of God. And what the Lord says here, Lord's attitude to King Saul is very clear. The Lord will not make that person live for a longer time. The Lord is trying to find a replacement for him. The Lord will not for a prolonged period will be with him, because he has already departed from him. And the second thing is that the anointing that is taken place, the Lord says, I will
say a person who is coming in front of you, whom you are going to select. So the anointing ministry is happening in Jesse's house, and the Lord is anointing this man David. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇതൊരു നിങ്ങളോടുള്ള ഒരു സന്ദേശമാണ്. ഇവിടെ ഇശ്ശായി തൻ്റെ 7 മക്കളെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ചെറിയ നിലയിലല്ല. ഇവൻ തന്നെയാണ് അഭിഷിക്തൻ, ഇവനെ തന്നെയാണ് ദൈവം കണ്ടിരിക്കുന്നത് എന്ന് അപ്പൻ്റെ ആഗ്രഹം അപ്പൻ വെളിപ്പെടുത്തുകയാണ്. പക്ഷെ അവിടെ എങ്ങും ദാവീദിന്റെ പേര് വരുന്നില്ല. ദാവീദ് ഇളയ മകനാണ്, 8ാമത്തെ പുത്രനാണ്. പക്ഷെ 7 മക്കളെയും ഈ അപ്പൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പൻ റെക്കമെൻഡ്, നമുക്ക് ആ പദമാണ് നല്ലത്, അപ്പൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഏതോ ഒരു വ്യക്തിയോട് കർത്താവ് പറയുന്നു, നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ, നിനക്ക് വേണ്ടി സംസാരിക്കാൻ, നിന്റെ കാര്യം ഒന്ന് പറയാൻ, നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇറങ്ങിത്തിരിക്കാൻ, നിങ്ങളുടെ കാര്യം ഒന്ന് ചെയ്തു തരാൻ ഒരു വ്യക്തിയും കണ്ടില്ലെന്ന് വരാം. പക്ഷേ അതേ വ്യക്തികൾ മറ്റു പലർക്ക് വേണ്ടിയും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, മറ്റു പലരെയും സഹായിക്കുന്നുണ്ട്, മറ്റു പലരെയും കരുതുന്നുണ്ട്. പക്ഷേ നിന്റെ വിഷയത്തിൽ, നിന്റെ ജോലിയുടെ വിഷയത്തിൽ, നിന്റെ വിവാഹത്തിൻ്റെ വിഷയത്തിൽ, നിന്റെ സാമ്പത്തിക വിഷയത്തിൽ, നിന്റെ ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ, നിങ്ങളുടെ ആ വ്യക്തിപരമായ ഭവനത്തിൻ്റെ വിഷയത്തിൽ ആരും റെക്കമെൻഡ് ചെയ്യാനുമില്ല, ആരും അന്വേഷിക്കാനുമില്ല, ആരും പറയാനുമില്ല എന്നൊരു പരാതി നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, ഇതാ നിങ്ങൾക്കായി ദൈവത്തിൻ്റെ കരം വെളിപ്പെടാൻ പോകുന്നു. ഇശ്ശായി തൻ്റെ 7 മക്കളെയും റെക്കമെൻഡ് ചെയ്യുന്നു. ഇശ്ശായി തൻ്റെ 7 മക്കളെയും മുന്നിൽ നിർത്തി അവരെക്കുറിച്ച് വാചാലനാകുന്നു. പക്ഷേ ദൈവമനുഷ്യനായ കൊട്ടാരത്തിലല്ല, ഇപ്പോൾ അവൻ കാട്ടിലാണ്. കാട്ടിൽ ആടുകളെ മേയിക്കുന്ന, ആരും കാണാത്ത ആ മനുഷ്യനെ കുറിച്ച് ഒരു നല്ല വാക്ക് പറയാൻ, ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ, ഒന്ന് പ്രശംസിക്കാൻ, ഒന്ന് പ്രാർത്ഥിക്കാൻ ആരുമില്ല. അവരിന്ന് ഈ മെസ്സേജിൽ തിരിച്ചറിഞ്ഞോണം. നമ്മുടെ ആൾക്കാർ പറയുന്ന ഒരു നോർമൽ പദമാണ് ആരോരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്ന് പറയുന്നത്. 38 വർഷം ബെഥേസ്ദ കുളക്കരയിൽ കിടന്ന രോഗി യേശുവിനോട് പറഞ്ഞത് നിങ്ങൾക്കറിയാവോ? കർത്താവേ, എന്നെ സഹായിപ്പാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ കുളത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങി, അവൻ സൗഖ്യം പ്രാപിക്കുന്നു. എന്നെ ഹെൽപ്പ് ചെയ്യാൻ, ഒരു ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, എന്നെക്കുറിച്ചൊരു നല്ല വാക്ക് പറയാൻ, എന്നെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആരും ഇല്ലെന്ന് പറയുന്നവരുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞുകൊള്ളുക, നിനക്ക് വേണ്ടി ദൈവം തന്നെ ഇറങ്ങും. നിനക്ക് വേണ്ടി ദൈവം തന്നെ ഇറങ്ങും. എരിയുന്ന തീച്ചുളയുടെ നടുവിൽ നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുവാൻ, നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ലെങ്കിൽ 4ാമനായി അവൻ തന്നെ ഇറങ്ങും. സിംഹത്തിന്റെ കുഴിയിൽ നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ഒരു അഡ്വക്കേറ്റും ഇല്ലെങ്കിൽ സിംഹത്തിന്റെ കുഴിയിൽ നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങും. ഏതോ കുടുംബത്തോട്, വ്യക്തിയോട് അവരൊരു ആമീൻ പറഞ്ഞ്, എനിക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കും, കണക്ക് പറയാതെ പ്രവർത്തിക്കും, അളവില്ലാതെ പ്രവർത്തിക്കും, എനിക്കായി, എൻ്റെ കുടുംബത്തിനായി ദൈവം അത്ഭുതം ചെയ്യും. ഇവിടെ ദാവീദിനെ മാത്രം അവോയ്ഡ് ചെയ്തുകൊണ്ട്, അവഗണിച്ചുകൊണ്ട് ഇശ്ശായി തൻ്റെ മക്കളെല്ലാം വിളിച്ചു നിർത്തുകയാണ്. 8ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അബീനാദാബിനെ വിളിച്ച് ഇശ്ശായി നിർത്തിയിട്ട് ശമൂവേലിന്റെ മുമ്പിൽ വരുത്തിയിട്ട് സ്തോത്രം പറയുന്ന സമയത്ത് യഹോവ ഇവനെയും തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ശമ്മായെ വിളിക്കുകയാണ്. അങ്ങനെ ഇശ്ശായി 7 പുത്രന്മാരെയും ശമൂവേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമൂവേൽ ഇശ്ശായിയോട് യഹോവ ഇവരെ ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. 11ാമത്തെ വാക്യത്തിൽ നിന്റെ പുത്രന്മാർ, ചോദിക്കേണ്ടാത്ത ഒരു ചോദ്യം സാമുവേലിനെ കൊണ്ട് ദൈവം ഇശ്ശായിയോട് ചോദിക്കുകയാണ്, നിന്റെ പുത്രന്മാരെല്ലാവരുമായോ എന്ന് ചോദിച്ചതിന് ഒരു ലേസി മട്ടിൽ, ഒരു സന്തോഷമില്ലാതെ പറയുകയാണ്, ഇനി ഉള്ളതിൽ ഇളയ ഒരുത്തനുണ്ട്, അവൻ ആടുകളെ മേയിക്കാൻ പോയിരിക്കുന്നു. ഇനി ഒരുത്തനുണ്ട്, അവനെ കുറിച്ച് നമുക്കിപ്പോ ചിന്തിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. കൊച്ചു പയ്യൻ, വലിയ കഴിവൊന്നും ഇല്ലാത്തവൻ, വലിയ ഹൈറ്റും വെയിറ്റും ഒന്നും ഇല്ലാത്തവൻ, മറ്റുള്ള എൻ്റെ 7 മക്കളെ കൂട്ട് പൊക്കമോ തടിയോ ഒന്നും ഇല്ലാത്തവൻ, ശൗലിൻ്റെ ആർമിയിൽ, ശൗലിൻ്റെ പട്ടാളത്തിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ ശക്തന്മാരായ മക്കളെ പോലെ അത്ര കഴിവൊന്നും ഉള്ളവനല്ല അവൻ. ഇശ്ശായി പറയുന്നു, ആളയിച്ച് അവനെ വരുത്തുക,
അവൻ വന്നിട്ടല്ലാതെ നാം പന്തിയിൽ ഇരിക്കില്ല. മക്കളെ, സഹോദരങ്ങളെ, ആരൊക്കെ നിങ്ങളെ റിജക്റ്റ് ചെയ്താലും, ആരൊക്കെ നിങ്ങളെ അവഗണിച്ചാലും, ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും, ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്റെ കുടുംബത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്റെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്റെ ഭവനത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിരിക്കും, നിന്നെ വിളിപ്പിക്കേണ്ടടുത്ത് വിളിപ്പിച്ചിരിക്കും, നിന്നെ അയക്കേണ്ടടുത്ത് അയച്ചിരിക്കും, നിന്നെ ഇരുത്തേണ്ടടുത്ത് അവൻ ഇരുത്തിയിരിക്കും. അത് വിശ്വസിക്കുന്നവരൊരു ഹല്ലേലൂയ പറഞ്ഞു. As the story unfolds, the anointing ministry is taking place in Jesse's house, and each and every sons of Jesse other than David, one after another, is coming and appearing before prophet Samuel. And maybe this father Jesse is giving a good description of each and every man, but he speaks nothing about David. And you find a question asked out of faith, which is so inappropriate in this situation. He asks, are all your sons here? And with a lazy tongue he says, there remains yet the youngest, but he is keeping the sheep. The message for you today, you may be thinking in your heart, there is nobody in this world to recommend me, there is nobody here to somehow support me. You may be saying all else are supporting, but none for me. The Lord says, if nobody is there to support you, if nobody is there to recommend you, the Lord himself will come down. And you find here Samuel said to him, send for him and bring him, for we will not sit down until he comes here. If the Lord comes for you, he will be making you to sit in the place which people had waited to sit, and that's the way Lord shows his favor towards you. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, മനുഷ്യൻ നിങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ആരെന്ന് നോക്കി നിങ്ങളെ തെരഞ്ഞെടുക്കുന്നു. എന്നാൽ ദൈവം നിങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ആരെന്ന് നോക്കിയല്ല അവൻ തെരഞ്ഞെടുക്കുന്നേ, നിങ്ങളെ ആരാക്കാമെന്ന് നോക്കിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, മനുഷ്യൻ കണ്ണിന് കാണുന്നത് പോലെ നോക്കുന്നു, യഹോവ അങ്ങനല്ല, അവൻ ഹൃദയത്തെ നോക്കുന്നു. എല്ലാവരും നിങ്ങളെ അവഗണിച്ചെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തോടൊരു സ്നേഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ റിജക്റ്റ് ചെയ്യത്തില്ല. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നിങ്ങളെ പുറംപറമ്പിൽ വലിച്ചെറിഞ്ഞ വ്യക്തിയാണെങ്കിലും കർത്താവ് നിങ്ങളെ തള്ളിക്കളയത്തില്ല. പ്രിയപ്പെട്ടവരെ, ആരോടോ കർത്താവ് പറയുന്നു, തൂക്കി എറിയപ്പെട്ട നിന്നെ, വലിച്ചെറിയപ്പെട്ട നിന്നെ വേണമെന്ന് പറഞ്ഞ് ചേർത്തണച്ച ഒരു സ്നേഹമുണ്ട്. ആ അഴകുള്ള കണ്ണുകൾ, ആ മനോഹരമായ കണ്ണുകൾ നിന്നെ കണ്ടതുകൊണ്ട്, ഈ ലോകത്തിലെ കണ്ണുകൾ നിന്നെ അവഗണിച്ചാലും, സഹോദരങ്ങൾ അവഗണിച്ചാലും, എന്തെല്ലാം നന്മ ചെയ്തിട്ടും, ശരിയല്ലേ, എത്ര നന്മ ചെയ്തിട്ടും അതിനൊരു നന്ദിയില്ലാതെ, ഒരു സ്നേഹമില്ലാതെ, ഒരു പരിഗണനയില്ലാതെ പലപ്പോഴും നമ്മളെ പലതിൽ നിന്നും പലരും മാറ്റി നിർത്തുമ്പോഴും ദൈവം എല്ലാം അറിയുന്നുണ്ട്. ദൈവം എല്ലാം അറിയുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തെ കർത്താവ് അറിയുന്നുണ്ട്. ആരും അറിയാത്ത അവനെ ദൈവം അറിഞ്ഞു. എല്ലാവരും അവഗണിച്ച മനുഷ്യനെ ദൈവം സ്വീകരിച്ചു. വീട്ടുകാര് പോലും അവനെക്കുറിച്ചൊരു നല്ല വാക്ക് പറയാനില്ലാത്ത ദാവീദിനെ ദൈവം കരുതുവാനിടയായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളെ ജയത്തിനായി ഒരുക്കുന്ന ഒരു അഭിഷേകമുണ്ട്. നിങ്ങളെ ജയത്തിനായി ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. ആരും നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനില്ലാത്തപ്പോഴും, ആരും നിങ്ങൾക്കായി ഒന്നും പ്രിപ്പയർ ചെയ്യാതിരിക്കുമ്പോഴും, നിങ്ങൾക്കായി സകലതും ഒരുക്കിയ, നിങ്ങൾക്കായി കരുതുന്ന, നിങ്ങൾക്കായി സംസാരിക്കുന്ന, നിങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം നിങ്ങൾക്കായി ജീവിക്കുന്നു. അതരങ്ങളെ തുറന്ന കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മൾ പിന്നീട് അവിടെ കാണുന്നത് 12-ാമത്തെ വാക്യത്തിൽ, ഉടനെ ആളയച്ചവനെ വരുത്തി, എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ, എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ ആകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ സാമുവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്ന് മുതൽ ദാവീദിന്റെ മേൽ വന്നു. സഹോദരന്മാരുടെ മുൻപിൽ വെച്ച്, അപ്പന്റെ മുൻപിൽ വെച്ച്, കുടുംബക്കാരുടെ മുൻപിൽ വെച്ച്, അവഗണിച്ചവരുടെ മുൻപിൽ വെച്ച്, പരിഹസിച്ചവരുടെ മുൻപിൽ വെച്ച്, തള്ളിക്കളഞ്ഞവരുടെ മുൻപിൽ വെച്ച്
ഒറ്റപ്പെടുത്തിയവരുടെ മുൻപിൽ വെച്ച്, കഴിവുകെട്ടവനെന്ന് വിളിച്ചവരുടെ മുൻപിൽ വെച്ച്, തിരസ്കരിച്ചവരുടെ മുൻപിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്ത ദൈവം ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. എവിടെ നീ തിരസ്കരിക്കപ്പെട്ടുവോ, എവിടെ അവഗണിക്കപ്പെട്ടുവോ, എവിടെ ഒറ്റപ്പെട്ടുവോ, എവിടെ എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞുവോ, എവിടെ ആരും നിന്നെ ഗവനിക്കാതെ പോയോ, എവിടെ ആരും നിന്നെ മറന്നു കളഞ്ഞോ, അവിടെ നിന്നെ മറക്കാത്തൊരു ദൈവമുണ്ടെന്നും ദൈവം ഇത്രയുള്ള പ്രിയപ്പെട്ടവരെ കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ. ദൈവം നിനക്കായി ഒരു സീറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ അവിടെ ഇരുത്തിയേ ദൈവം പിന്മാറുകയുള്ളൂ. കർത്താവ് ഒരു വാഗ്ദത്തം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുവാൻ അവൻ ഏതറ്റം വരെയും യാത്ര ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. We find the anointing of David taking place. David was summoned and he was brought back into the center place of that house, and the Lord said to Samuel, rise up and anointing him. And you find Samuel rose up and anointed him amidst all the brothers, all the people who were looking at him, the parents, brothers, in front of everything. He was anointed by the Lord. The Lord is preparing an anointing oil, and he will be anointing you in front of all the people who said you are good for nothing, in front of all the people who has ridiculed you, in front of all the people who has despised you. The Lord has prepared a seat for you. The Lord has prepared an anointing for you. In front of all the people who said you are good for nothing, he will be anointing you and he will be lifting you up. അടുത്ത 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നതിനാണെന്നറിയാം. ബൈബിൾ തുറന്നു വെച്ചിട്ടുള്ളവർക്ക് കാണാം. 1 ശമൂവേൽ 16-ാം വാക്യത്തിൽ യഹോവയുടെ ആത്മാവ് ദാവീദിന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി യഹോവ അയച്ചൊരു ദുരാത്മാവ് അവനെ ബാധിച്ചു. ഇവിടെ ഈ ഒരു ഇടയ്ക്കൊരു വരയിട്ട് മുകളിൽ ടൈറ്റിൽ എഴുതി ദൈവത്തെ സ്നേഹിക്കുന്നവൻ, ഇപ്പുറത്ത് അഹങ്കരിക്കുന്നവൻ. 2 പാർട്ടായിട്ട് തിരിക്കുകയാണ്. ഇവിടെ എഴുതുക അഹങ്കാരിയായ ശൗൽ, ഇവിടെ എഴുതുക ദൈവത്തെ സ്നേഹിക്കുന്ന ദാവീദ്. അഹങ്കാരിയുടെ മേൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് വിട്ടുമാറി, നിഗളിയുടെ അകത്ത് നിന്ന് ദൈവത്തിന്റെ ആത്മാവ് വിട്ടുമാറി. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവം തിരഞ്ഞെടുത്ത, ദൈവത്തെ സ്നേഹിക്കുന്ന ദാവീദിന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. ഇന്ന് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ദൈവം നിങ്ങളെ എത്ര ഉയർത്തുമ്പോഴും, ദൈവം നിങ്ങൾക്ക് എന്തെല്ലാം നന്മ തരുമ്പോഴും ഒരിക്കലും അഹങ്കരിക്കരുത്, നിഗളിക്കരുത്. ഞാനെന്തോ വലിയൊരു സംഭവമാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത് പ്രിയപ്പെട്ടവരെ. കാരണം ഇതെല്ലാം കാണുന്നൊരു ദൈവമുണ്ട്, ഇതെല്ലാം അറിയുന്നൊരു ദൈവമുണ്ട്. അവർ താഴ്മയുള്ളവനെ ഉയർത്തുന്ന ദൈവമാണ്. അവൻ എളിയവനെ കുപ്പയിൽ നിന്നും ഉയർത്തി സമ്പന്നന്മാരോട് കൂടെ ഇരുത്തുന്ന ദൈവമാണ്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും എന്ന് പറഞ്ഞ ദൈവം ജീവിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, എവിടെങ്കിലും നമ്മുടെ പ്രൈഡുകൾ പൊങ്ങുന്നുണ്ടോ, ഈഗോകൾ പൊങ്ങുന്നുണ്ടോ, ശൗലിനെ പോലെ നമ്മൾ അസൂയുള്ളവരാണോ, കോപിക്കുന്നവരാണോ, അഹങ്കാരികളാണോ ഉണ്ടെങ്കിൽ കർത്താവിന്റെ മുൻപിലേക്ക് അതിനെല്ലാം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. യേശുവിന്റെ രക്തത്തിലൊന്ന് ആശ്രയിച്ചേ, കർത്താവിന് മുമ്പിൽ ഒന്ന് ഹമ്പിളായേ. എന്നിട്ട് ദാവീദിനെ പോലെ കിന്നരം എടുത്തു പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ മുൻപാകെ ഒന്ന് പാടിയേ. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞേ. കർത്താവേ, ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു എന്ന് പറഞ്ഞേ. ദൈവകരങ്ങളിലൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. യഹോവേ, നീ എന്റെ രക്ഷയും എന്റെ വെളിച്ചവുമാകുന്നു എന്ന് ദൈവത്തോടൊന്ന് പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, ശൗലിന്റെയും ദാവീദിന്റെയും ചരിത്രം ഇതാണ്. ദൈവത്തെ സ്നേഹിച്ച മനുഷ്യൻ ജയാളിയായി തീരുമ്പോൾ അഹങ്കരിച്ചവൻ പരാജിതനായി മാറുന്നു. An important verse you find in 1 Samuel 16, that's verse 14. Now the spirit of the Lord departed Saul, and an evil spirit from the Lord tormented him. You can very well make 2 columns. One, a person who is with pride, that's King Saul, and in other column you can write David who loved God. When the spirit of the Lord left a person who had pride, that is Saul, it went into this man David who loved God. Do not be envious, always be loving the Lord. Do not get angry, do not be jealous,
be always submissive and humble in the presence of the Lord. The Lord is always with the lowly. So be humble. Don't think that you are something. When the Lord is lifting you up, don't think that you are somebody. Do not be egoistic. Be humble in the presence of the Lord. The Lord will lift you up in due time. ഈ ശൗല് രാജസ്ഥാനത്ത് നിന്ന് മാറാനും തകർന്നു പോകാനും ഒക്കെയുള്ളതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ദൈവം അവനെ ഏൽപ്പിച്ച പല കാര്യത്തിലും ശൗൽ ശക്തനായിരുന്നു, ഏറ്റവും നല്ലൊരു ലീഡറായിരുന്നു, കഴിവുള്ള മനുഷ്യനായിരുന്നു, പ്രവചിക്കുന്നവനായിരുന്നു, ഭയങ്കര കഴിവുള്ള നല്ലൊരു ലീഡറും ശക്തനായൊരു യോദ്ധാവുമായിരുന്നു ശൗൽ എന്ന് പറയുന്നത്. പക്ഷേ എവിടെയൊക്കെയോ അവൻ ദൈവത്തെ മറന്ന് പ്രവർത്തിച്ചു, എവിടെയൊക്കെയോ അവൻ ദൈവശബ്ദത്തിന് വിരോധമായി ചുവടുകളെ വെച്ചു. സാമുവേൽ പോലും അത് വെളിപ്പെടുത്തിയത് ചില മിനിറ്റുകൾക്ക് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് ആരോടാണെന്ന് എനിക്കറിയില്ല, ചിലരോട് ഞാൻ പറയട്ടെ, ദൈവം എത്ര കൃപകൾ തന്നാലും, കൃപാവരങ്ങൾ തന്നാലും, എത്ര ഉയർത്തിയാലും, എത്ര നന്മകൾ തന്നാലും, ഒരു ചെറിയ കാര്യത്തിൽ പോലും അഹങ്കരിക്കുവാനോ നിഗളിക്കുവാനോ ഇടവരരുത്. നിഗളിച്ചിട്ട് പിശാചിന് സംഭവിച്ചത് നമുക്ക് സംഭവിക്കരുത്. അതുകൊണ്ട് ഈ ദുരാത്മാവ് ശൗലിനെ ബാധിച്ചെന്ന് പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് പുള്ളിക്ക് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ചിന്തിക്കും ശൗല് വ്യഭിചാരം ചെയ്തു, മോഷ്ടിക്കാൻ പോയി. ഒന്നുമില്ല. ദുരാത്മാവുള്ളവനെ എങ്ങനെയാ തിരിച്ചറിയുന്നറിയാമോ? ഈ ശൗലിന്റെ മേളിലുള്ള ഏറ്റവും വലിയ സാധനമായിരുന്നു അസൂയ. ഭയങ്കര അസൂയായിരുന്നു, തെറ്റിദ്ധാരണ. ദാവീദിനെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിച്ച മനുഷ്യനാണ് ഈ ശൗൽ എന്ന് പറയുന്നത്. തെറ്റിദ്ധാരണയുടെ ആത്മാവ് ഭയങ്കരമായിരുന്നു ശൗലിന്റെ മേളിൽ. അസൂയോ, ദാവീദ് 10,000 കൊന്നു, ശൗലു 1000 കൊന്നു എന്ന് പറഞ്ഞ പുള്ളിയുടെ അകത്ത് ഭയങ്കര ജലസി ഉണ്ടായി. അപ്പൊ ഈ ദുരാത്മാവ് ഒരുത്തനിലുണ്ട്, അശുദ്ധാത്മാവ് ഒരുത്തനിലുണ്ട് എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ വിചാരിക്കും അവൻ എന്തോ വലിയ ക്രിമിനൽ. നോ നോ നോ. ഒരുത്തന്റെ മേളിൽ ദുരാത്മാവ് ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ് വേറൊരുത്തന് ഉയരുന്നത് അവന് ഇഷ്ടമല്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെ 2 കൈയും പൊക്കി പിടിച്ചങ്ങ് പ്രാർത്ഥിച്ചോണം, അതങ്ങ് പോട്ടെ. സ്തോത്രം. ഒരുത്തന്റെ മേളിൽ അശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ളതിന്റെ ഭയങ്കര ലക്ഷണമാണ് അവൻ്റെ അകത്ത് വെളിപ്പെടുന്ന ജലസി, കുശുമ്പ്. ഒരുത്തിനും ഒരു നന്മയുണ്ടാകുന്ന ഇഷ്ടമല്ല, ഒരു ശുശ്രൂഷകൻ പ്രയോജനപ്പെടുന്ന ഇഷ്ടമല്ല അവൻ്റെ. അപ്പം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ഈ മനുഷ്യൻ നിന്നുകൊണ്ട് അവർക്ക് വിരോധമായി പ്രവർത്തിക്കുമ്പോൾ, ശൗല് ദാവീദിനെതിരെ കുന്തമെറിയുമ്പോൾ അഭിഷേകത്തിൽ എറിയുവാന്ന് ചിന്തിക്കരുത്, അസൂയയിൽ എറിയുന്നതാണ്, അശുദ്ധാത്മാവിൽ എറിയുന്നതാണ്. ചില അഭിഷിക്തന്മാർക്കെതിരെ, ദൈവപ്രവർത്തികൾക്കെതിരെ, ദൈവം മാനിക്കുന്നവർക്കെതിരെ ചിലർ കുന്തം വലിച്ചെറിയുമ്പോൾ ഓ ഭയങ്കര പുള്ളിയാ മറ്റേ പുള്ളി. നോ, അശുദ്ധാത്മാവാണ്, അസൂയാണ്, ജഡമാണ്. അഭിഷേകം വിട്ടുപോയതിന്റെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. കോവിഡിന് ലക്ഷണങ്ങൾ ഉള്ളതുപോലെ തന്നെ അഭിഷേകം പോയവർ അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കും. അതിന്റെ പ്രധാന ലക്ഷണമാണ് മറ്റുള്ളവരുടെ അസൂയ, കുന്തമെറിയുക, മറ്റുള്ളവരെ തകർക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവർക്ക് വിരോധമായി പ്രവർത്തിക്കുക എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇവിടെ നിങ്ങൾ തിരിച്ചറിയണം, അവർ വീണുപോയവരാണ്, പരാജിതരാണ്. എന്നാൽ ജയാളികൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുൻപാകെ സ്തോത്രം, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിന്റെ അഭിഷേകത്തെ വഹിക്കുന്ന ദാവീദുമാരാണ്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. People usually think that King Saul was a silly man, but it's not the case. He was a good warrior. He was a person who had good administrative abilities. He was the first king of Israel, anointed by the Lord. But what happened was, the spirit of the Lord departed from him and the evil spirit entered. How can you detect that a person has the evil spirit? The first important thing is that person will show the signs of jealousy and envy towards others who are used by the Lord. They will misunderstand people and they will throw spear at the person who will be anointed and used by the Lord. And that is the same thing which we even find today. How can you detect a person who is filled with evil spirit? You can find people who will be using their words, using their writings, using their whole lot of power against the people who are used by the Lord. Don't think that that's coming out of anointing. It's coming out of the evil spirit. The Holy Spirit will be never jealous. The Holy Spirit will never envy. The Holy Spirit is a spirit of love. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറയാമോ, പരിശുദ്ധാത്മാവ് അസൂയയുടെ ആത്മാവല്ല, പരിശുദ്ധാത്മാവ് പകയുടെ ആത്മാവല്ല, പരിശുദ്ധാത്മാവ് വൈരാഗ്യത്തിന്റെ ആത്മാവല്ല, പരിശുദ്ധാത്മാവ് ആരെയും തകർക്കാറില്ല, പരിശുദ്ധാത്മാവ് ആർക്കും വിരോധമായി പ്രവർത്തിക്കാറില്ല. പിന്നെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. ഇതിൽ കൂടുതലൊന്നും ദൈവത്തിന് തിരുവെഴുത്തിലൂടെ വ്യക്തമാക്കാനില്ല. ഇത് തെളിയിക്കുന്നൊരു സംഭവമാണ് അടുത്ത സംഭവം. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഏലാ താഴ്വരയിൽ ഫെലിസ്ത്യനായ ഗോലിയാത്ത് ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെ വെല്ലുവിളിക്കുന്ന
ഒരു പശ്ചാത്തലമുണ്ട്. അവിടെ നിങ്ങളോടുള്ള ഒരു ദൈവിക സന്ദേശമുണ്ട്. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 17 അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്യനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു. അവർ 6 മുഴവും 1 ചാണും നെടുപ്പമുള്ളവൻ ആയിരുന്നു. ഇനി ഒന്ന് ശ്രദ്ധിക്കണേ ചില മിനിറ്റുകൾ. ഈ ഗോലിയാത്ത് എന്ന് പറയുന്ന മനുഷ്യൻ ഫെലിസ്ത്യ സൈന്യം പാളയം ഇറങ്ങി നിൽക്കുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ അടുത്ത പർവ്വതത്തിൽ ശൗലും സൈന്യവും പാളയം ഇറങ്ങി നിൽക്കുന്നു. ഒരു വലിയ യുദ്ധത്തിന്റെ വെല്ലുവിളി നടക്കുക. പക്ഷെ ശൗലിനും സൈന്യത്തിനും ഈ ഫെലിസ്ത്യരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതിന്റെ നേതാവായ ഗോലിയാത്ത് തന്നെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുമ്പോൾ ജയന്റ് എന്നൊരു പദം അവിടെ ഉണ്ട്. രണ്ടാമത് ഹൈറ്റ് വാസ് 6 cubits ആൻഡ് സ്പാൻ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ. ഗോലിയാത്തിന്റെ ഹൈറ്റ് ഞാനൊന്ന് പറയാൻ പോവുകയാണ്. ഗോലിയാത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ 6.5 ക്യൂബിറ്റ്സ് ആണ്. നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് 6.5 ക്യൂബിറ്റ്സ് ടു ഫീറ്റ് കൊടുക്കണം. 6.5 അതിനെ ഫീറ്റിലാക്കണം, എത്ര അടി എന്നുള്ളതിന്റെ ഉയരത്തിൽ. അങ്ങനെ നോക്കുമ്പോൾ ഗോലിയാത്തിന്റെ ഉയരം എന്ന് പറയുന്നത് 9.75 9.25 അടി നീളം ഉണ്ടായിരുന്നു. 6 അടി നീളം, 7 അടി നീളം, 5.5 അടി നീളം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. 10 അടി നീളത്തിന് 2.5 കുറവ്, 9.25 അടി നീളം എന്ന് വെച്ചാൽ നിങ്ങളുടെ വീടിന്റെ റൂഫൊക്കെ പലതും 10 അടിയാ, ചിലത് 11. എന്ന് വെച്ചാൽ നിങ്ങളുടെ വീടിന്റെ റൂഫെ തട്ടി. ഇപ്പം ഗോലിയാത്താണ് ഈ സ്റ്റേജിൽ നിൽക്കുന്നെങ്കിൽ തല ഈ സ്റ്റേജിന്റെ മണ്ടേ തട്ടും. ആ ഹൈറ്റ് ഒന്നോർത്തേ. അവനോടാണ് ഈ കൊച്ചു പയ്യൻ. ഞാനിത് പറഞ്ഞാലേ അഭിഷേകത്തിന്റെ വില എന്നാന്ന് മനസ്സിലാവും. ദ വാല്യൂ ഓഫ് അനോയിന്റിങ് എന്തുവാന്ന് പറയണമെങ്കിൽ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനത് കംപ്ലീറ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇനി അതിനുശേഷം എനിക്ക് താഴോട്ട് വരുമ്പോൾ അവന്റെ തലയിലൊരു താമര ശിരസ്ത്രം ഉണ്ടായിരുന്നു. അവൻ 5000 ഷെക്കേൽ തൂക്കമുള്ള ഒരു താമര കവചവും ധരിച്ചിരുന്നു. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത് ആൻഡ് ദ വെയിറ്റ് ഓഫ് ദ കോട്ട് വാസ് 5000 ഷെക്കേൽസ് ഓഫ് ബ്രാസ്. 5000 ഷെക്കേൽ ബ്രാസ് കൊണ്ട് പണിയപ്പെട്ടതായിരുന്നു അവന്റെ കവചം എന്ന് പറയുന്നത്. അതിനെ നോക്കുമ്പോൾ ഈ 1000 ഷെക്കേൽ എന്ന് പറയുന്നത് കിലോഗ്രാമിലേക്ക് കൊണ്ടുവരണം. നോക്കുമ്പോൾ 1000 ഷെക്കേൽ തൂക്കം എന്ന് പറയുന്നത് 11.4 കിലോയാണ്. 11.4 കിലോയാണ് 1000 ഷെക്കേൽ തൂക്കം എന്ന് പറയുന്നത്. ഇവന്റെ താമര ചക്രത്തിന് 5000 ഷെക്കേൽ തൂക്കം എന്ന് പറയുമ്പോൾ 5000 ഷെക്കേൽ തൂക്കം എന്ന് പറയുമ്പോൾ ഏകദേശം 50-ലധികം കിലോ ഭാരമുള്ള കിരീടമാണ് തലയിലിരിക്കുന്നത്. വലിയ 50 കിലോ ഉള്ള ഒരു അരിച്ചാക്കെടുത്ത് തലയിൽ വെക്കുന്നതെന്ന് ഓർത്തേ. അത്രയും വലിയ ഹെൽമറ്റ് ആണ് ഈ മനുഷ്യൻ വെച്ചിരിക്കുന്നത്. 9.75 അടി ഉയരം. ഇത്രയും ഹൈറ്റ് ഉള്ള മനുഷ്യൻ ഇത്രയും വലിയ ഹെൽമറ്റ് വെച്ച് നിൽക്കുന്ന ഭീമാകാരനായ ആചാനബാഹുവായ ഒരു മനുഷ്യൻ നിന്ന് വെല്ലുവിളിക്കുന്ന കണ്ടപ്പോൾ ഈ ശൗലിന് നല്ല ഉയരമുള്ള മനുഷ്യനാണ് കേട്ടോ. ശൗലിന് അത്യാവശ്യം നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള മനുഷ്യൻ, അത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഗോലിയാത്തിന്റെ ഫിഗർ കണ്ടപ്പോൾ, അവന്റെ ശിരസ്ത്രം കണ്ടപ്പോൾ, അവന്റെ വരവ് കണ്ടപ്പോൾ ഇവർ ശരിക്കും ഭയന്നു പോയി. ഇത്രയൊക്കെ പറഞ്ഞാലേ അഭിഷേകത്തിന്റെ വില എന്നാന്നും 50 കിലോയിലധികം വെയിറ്റ് ഉള്ള ഹെൽമറ്റ് ആണോ 10 അടി നീളമുള്ളവനാണോ വലുത്, ദൈവം പകർന്ന അഭിഷേകത്തിനാണോ പവർ എന്നുള്ളത് ഇവിടെ വെളിവാകുക ദൈവമക്കളെ. ഓ പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇനി താഴോട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അവന്റെ കുന്തത്തിന്റെ 2 തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പൂത്തടി പോലെയായിരുന്നു. കുന്തത്തിന്റെ അലക് 600 ഷെക്കേൽ ഇരുമ്പായിരുന്നു. അപ്പം 1000 ഷെക്കേൽ എന്ന് പറയുന്നത് 10 കിലോയിലധികമാണ്. അപ്പൊ 600 ഷെക്കേൽ എന്ന് പറയുമ്പോൾ ഒരു 7 കിലോയോളം തൂക്കമുണ്ട് ആ കുന്തത്തിന്റെ മോനയ്ക്ക്. അതെടുത്ത് ഒരുത്തനെ എറിഞ്ഞാൽ ഉള്ള അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ആയുധങ്ങൾ പിടിച്ച് നിൽക്കുന്ന 50 കിലോയിലധികം തൂക്കമുള്ള ഹെൽമറ്റ് ധരിച്ച് നിൽക്കുന്ന 9 അടി 9.75 ഹൈറ്റുള്ള മനുഷ്യൻ ഏലാ താഴ്വരയിൽ നിന്നുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ വെല്ലുവിളിക്കുന്നതായ സാഹചര്യം. ഈ വെല്ലുവിളികൾ നിൽക്കുന്ന സമയത്ത് 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവനെ കണ്ടപ്പോൾ ഇസ്രായേലരൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവന്റെ മുമ്പിൽ നിന്ന് ഓടി. ശൗലിന്റെ പട്ടാളക്കാരും എല്ലാം ഓടി.
ഹല്ലേലൂയ. എന്നാൽ 26-ാമത്തെ വാക്യത്തിൽ ഹൈറ്റ് ഇല്ലാത്ത, വെയിറ്റ് ഇല്ലാത്ത, ശരിക്കും പറഞ്ഞാൽ ഗോലിയാത്തിന്റെ കാൽമുട്ടോളം പോലും പൊക്കമില്ലാത്ത, ദൈവം അഭിഷേകം ചെയ്ത, ദൈവം തിരഞ്ഞെടുത്ത ദാവീദ് ചോദിക്കുന്നു, 1 Samuel chapter 17:26, അപ്പോൾ ദാവീദ് തന്റെ അടുക്കൽ നിൽക്കുന്നവരോട്, ഈ ഫെലിസ്ത്യനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നിന്നെ നീക്കിക്കളയുന്നവൻ എന്തു കൊടുക്കും? ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആരെന്ന് പറഞ്ഞു. തുടർന്നുള്ള ഭാഗം ദൈവദാസൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, നിങ്ങളോടുള്ള ദൈവത്തിന്റെ സന്ദേശമാണ്. If you want to know the magnitude and weight of this man, David's anointing, you can find the fight, the war which happened in the valley of Elah in 1 Samuel 17. There you can find the great giant Goliath is coming, and he is challenging the people of Israel and the whole of Israel. And the king Saul was shuddered in fear because of this great man. You know that Saul is a tall man, taller than all of the Israel, but this giant was taller than King Saul, that he was almost 9.75 feet high, and he was such a taller man that all the people were fearing him. And the crown which he had on his head was almost 50 kilos more. Such a great man standing and challenging these people of Israel. All of the people feared. And this man David, in verse number 26, is coming forward, stepping forward, a man who was smaller than this great giant, and with the anointing he is going to do wonders for the Lord. ദൈവത്തിന്റെ ജനമേ, നിനക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുവിന് എത്ര ശക്തിയുണ്ടെങ്കിലും, അവൻ എത്ര ഉയരമുണ്ടെങ്കിലും, അവൻ എത്ര വലിയ ശിരസ്ത്രമുണ്ടെങ്കിലും, നിന്റെ അകത്തൊരു ബോധ്യം വേണം, അവന്റെ ശിരസ്സിനു മീതെ നിൽക്കുന്നൊരു ദൈവം, വലിയവനായ ഒരു ദൈവം നിനക്കുണ്ടെന്നും നിന്റെ മേളിൽ ദൈവം അവനെ ജയിക്കുവാൻ പകർന്നിരിക്കുന്ന ഒരു അഭിഷേകമുണ്ടെന്ന്. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ചില കുടുംബങ്ങളെ നോക്കിയിട്ട് പറയുന്നു, ഗോലിയാത്തിന്റെ വലിപ്പമല്ല നീ ശ്രദ്ധിക്കേണ്ടത്, അവന്റെ ശിരസ്ത്രത്തിന്റെ കനമല്ല നീ നോക്കേണ്ടത്, അവന്റെ തലയ്ക്ക് മേളിൽ നിൽക്കുന്ന, നിന്നെ അഭിഷേകം ചെയ്ത, നിന്നെ വിളിച്ചു വേർതിരിച്ച, നിന്നെ തെരഞ്ഞെടുത്ത ദൈവത്തെ നോക്കുക. ശത്രുവിന്റെ വലിപ്പത്തെ നോക്കാതെ നിന്നെ വിളിച്ചവന്റെ വലിപ്പം നീ നോക്കുന്നെങ്കിൽ ഏത് പ്രതിസന്ധികളെയും നിനക്ക് ജയിക്കുവാൻ കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് അറിയിക്കുകയാണ്. നിന്നെ വിളിച്ച ദൈവം നിന്റെ കടഭാരത്തെക്കാൾ വലിയവൻ. നിങ്ങളെ വിളിച്ച ദൈവം നിങ്ങളുടെ രോഗത്തെക്കാൾ വലിയവൻ. നിങ്ങളെ വിളിച്ച ദൈവം നിങ്ങളുടെ സാമ്പത്തിക വിഷയത്തെക്കാൾ വലിയവൻ. നിങ്ങളെ വിളിച്ച ദൈവം നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കാൾ വലിയവൻ. നിങ്ങളെ വിളിച്ച ദൈവം നിന്റെ ശത്രുവിനേക്കാൾ വലിയവൻ. നിന്നെ വിളിച്ച ദൈവം ഈ ലോകത്തുള്ള എല്ലാറ്റിനേക്കാൾ വലിയവൻ. 1 യോഹന്നാൻ 4:4 ബൈബിൾ പറയുന്നു, നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനത്രേ. ഹല്ലേലൂയ. Amen, amen, If you are facing in your life problems which are as big as this Goliath, do not look at his helmet, do not look at the armor he has, do not look at your problem, do not look into the length and breadth of your problem. Look at Jesus Christ. Lord is greater than your problems. Lord is greater than your financial problems. Lord is greater than your sickness. Lord is greater than the family problems. The Lord who has called you is greater than every problem which you are undergoing in your life. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഈ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യന്റെ മുകളിൽ ഈ അഭിഷേകം നിൽക്കുന്നതിനാൽ, ദൈവം തെരഞ്ഞെടുത്തതിനാൽ, ദൈവം നിയോഗിച്ചതിനാൽ അവന്റെ അകത്ത് നിൽക്കുന്ന ഒരു വലിയ ധൈര്യം നിങ്ങൾക്ക് കാണാം. ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ അവനിൽ ഉണ്ടാകേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി ആണെന്നറിയാമോ? ബോൾഡ്നെസ്, ധൈര്യം. അതാണ് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല അവൻ നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത്, ശക്തിയുടെയും സുബോധത്തിന്റെയും ധൈര്യത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവിനെയാണ്. അവിടെ ദാവീദിൽ കാണുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, അവന്റെ കണ്ണുകളിൽ കാണുന്ന ഒരു ധൈര്യമുണ്ട്. അത് വലിപ്പം കൊണ്ടല്ല, ആകാരവടിവുകൾ കൊണ്ടല്ല, കഴിവ് കൊണ്ടല്ല, യുദ്ധം ചെയ്തുള്ള എക്സ്പീരിയൻസ് കൊണ്ടല്ല. ആ കർത്താവിലുള്ള ആശ്രയം, യഹോവ
എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ പേടിക്കും? യഹോവാ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ ഭയപ്പെടും? എൻ്റെ വൈരികളും ദുഷ്കർമ്മികളുമായ ശത്രുക്കൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ അവർ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം നിർഭയമായിരിക്കുമെന്ന് വിളിച്ച ദൈവത്തിലുള്ള കോൺഫിഡൻസ് ആണ് ദാവീദിന്റെ അകത്ത് വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. Most important feature of a person who is possessed by the Spirit of God is boldness. That person will not be fearing anything. It's not something which comes out of the self-confidence, or it's not something which just comes out of the physical properties a person has. It's the Spirit which is inside of him. That's why Paul says to Timothy, the Lord has not given you a spirit of timidity, but the Lord has given you a spirit of boldness. ദാവീദ് വളരെ ശക്തമായ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ഈ മല്ലനെ നേരിടാൻ മുന്നിലോട്ട് ഇറങ്ങുമ്പോൾ ദാവീദിന്റെ ജ്യേഷ്ഠനായ ഏലിയാവ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഉടനെ കണ്ടോണം, ഒരു മനുഷ്യൻ ദൈവനാമ മഹത്വത്തിനായി ദൈവപ്രവർത്തിക്കായി മുന്നിലേക്ക് ചൂടുവെക്കുകയാണ്. ഇവിടെ ഞാൻ സഭയ്ക്ക് ഒരു സന്ദേശം തരികയാണ്. ഓൾ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, എല്ലാ സഭകൾക്കും ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു എന്ന് കാണുമ്പോൾ, ഒരു പ്രശ്നമുണ്ടാകുന്നു എന്ന് കാണുമ്പോൾ, ഒരു വിഷയമുണ്ടാകുന്നു എന്ന് കാണുമ്പോൾ, പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിക്കാതിരിക്കരുത്, പ്രവർത്തിക്കേണ്ടവർ പ്രവർത്തിക്കാതിരിക്കരുത്, മുന്നോട്ട് വരേണ്ടവർ പുറകോട്ട് പോകരുത്, മുന്നോട്ട് വരേണ്ടവർ മുന്നോട്ട് വരണം, പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിക്കണം, ഇടിവിൽ നിൽക്കേണ്ടവർ ഇടിവിൽ നിൽക്കണം. ദൈവത്തെ നിന്ദിക്കുമ്പോൾ, ദൈവപ്രവർത്തികൾക്ക് വിരോധമായി നിൽക്കുമ്പോൾ അതിനെ കണ്ടില്ല എന്ന് നടിച്ച് കണ്ണടച്ച് വിടുകയല്ല വേണ്ടത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ ദൈവസഭയ്ക്കെതിരായും ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്കെതിരായും ദൈവപ്രവർത്തികൾക്കെതിരായും ഒക്കെ ശത്രു വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഈ കാലത്ത് അത് കണ്ട് കേട്ട് സന്തോഷിക്കുന്ന ഒരു ശൗലായി തീരാതെ, ഒരു പരിഹാസിയായി തീരാതെ, അതിനെ പ്രതിരോധിക്കുന്ന, അതിൻ്റെ മുൻപിൽ ഇറങ്ങി നിന്ന് അതിനെ തടയുന്ന, അതിനായി പ്രാർത്ഥിക്കുന്ന, ഇടിവിൽ നിൽക്കുന്ന, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടേണ്ടതിന്, ദൈവനാമം ദുഷിക്കപ്പെടേണ്ടത് അവസാനിക്കേണ്ടതിന് ഇറങ്ങി മുന്നോട്ട് വരുവാൻ മനസ്സ് കാണിക്കുന്ന ദാവീദുമാരെ ദൈവം അന്വേഷിക്കുന്നു. അങ്ങനെയുള്ളവരെ ദൈവം തിരയുന്നു. സഭയെ, ശുശ്രൂഷകരെ, പാസ്റ്റേഴ്സെ, ലീഡേഴ്സെ ദൈവം നിങ്ങളുടെ മേൽ അഭിഷേകം തന്നിരിക്കുന്നത്, ദൈവം നിങ്ങളെ വിളിച്ചത്, നമ്മെ ഒന്നിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്, സ്തോത്രം, പ്രതികൂലത്തിന് നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ പരസ്പരം ചെളിവാരി എറിയാനല്ല, ദൈവപ്രവർത്തികൾക്ക് വിരോധമായി നിൽക്കുന്ന ഗോലിയാത്തുമാരെ നേരിടാൻ, ദൈവപ്രവർത്തികൾക്ക് വിരോധമായി നിൽക്കുന്ന, ദൈവസഭയ്ക്ക് വിരോധമായി നിൽക്കുന്ന, പരിശുദ്ധാത്മ പ്രവർത്തിക്ക് വിരോധമായി നിൽക്കുന്ന പൈശാചിക മണ്ഡലത്തെ നേരിടുവാൻ സഭ പ്രാർത്ഥനയിൽ മുന്നോട്ട് വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആലോചന തരികയാണ്. In such a challenging and crunch situation, anointed man David steps forward. I have a message to all the church members, all the leaders and all the pastors and everyone who is hearing this message. When the church is undergoing a problem, when an anointed man of God is attacked from around the world, you have to move forward, step forward and defend the cause of God, defend the man of God, defend the church. It's not a time to backbite, it's not a time to mock, it's not a time to enjoy the mockery which is happening around. It's a time of prayer, it's a time of power. This is what David did when the situation was challenging. He did not step back, he moved forward, he wanted to defend the cause of God. ആദ്യം അവനെ ഡിസ്കറേജ് ചെയ്തത് പുറത്ത് നിൽക്കുന്നവരല്ല, ഫെലിസ്ത്യ പട്ടാളത്തിലുള്ള ആരോ അല്ല ദാവീദിന്റെ മനസ്സിനെ ഇടിച്ചു കളയാൻ ശ്രമിക്കുന്നത്. ദാവീദിന്റെ മനസ്സിനെ ഇടിച്ചു കളയാൻ ശ്രമിക്കുന്നത് അവന്റെ ഭവനത്തിലുള്ളവർ തന്നെയാണ്. അതാണ് 28ാമത്തെ വാക്യം. അവരോട് അവൻ സംസാരിക്കുന്നത് അവന്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാവ് കേട്ടിട്ട് ദാവീദിനോട് കോപിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ ആ കുറെ ആടുള്ളത് നീ ആരുടെ പക്കൽ വിട്ടേച്ചു വന്നു? നിന്റെ അഹങ്കാരവും നികളഭാവവും എനിക്കറിയാം, പട കാണാനല്ലേ നീ വന്നിരിക്കുന്നത്? നോക്കിയേ, ദാവീദിനെ നോക്കിയിട്ട് സഹോദരൻ പറയുകയാണ്, നീ ഒരു നിഗളിയാണ്. എപ്പോഴും ഈ ദൈവത്തിന്റെ അഭിഷേകമുള്ളവരെ, ദൈവത്തിന്റെ കൃപയുള്ളവരെ, ദൈവം വിളിച്ചവരെ ഈ ചില ഏലിയാബുമാര്, ചില ചേട്ടന്മാര് ഡിസ്കറേജ് ചെയ്യാൻ ഉപയോഗിക്കുന്നവരാ. പുള്ളി ഭയങ്കര നെഗളിയാ,
പുള്ളി ഭയങ്കര അഹങ്കാരിയ, പുള്ളി ഭയങ്കര തലക്കനവ, പുള്ളി ഭയങ്കര ആരെയും മൈൻഡ് ചെയ്യാത്തവനാ. എൻ്റെ പൊന്ന് ഏലിയാബുമാരെ, എൻ്റെ പൊന്ന് ജ്യേഷ്ഠന്മാരെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റൊരാൾ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ദാവീദിന്റെ ജയമല്ല, ഇതൊരു മനുഷ്യന്റെ വിജയമല്ല. ഇവിടെ വിജയിക്കേണ്ടത് യഹോവയുടെ നാമമാണ്, ഇവിടെ മഹത്വപ്പെടേണ്ട ദൈവത്തിന്റെ നാമമാണ്. എൻ്റെ ഒരു ചിന്ത ഞാൻ പറയാം. മറ്റൊരു ദൈവപുരുഷൻ 10 ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടുമ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം എൻ്റെ അത്രയും ജോലി കുറഞ്ഞു. എനിക്കിനി അവരെ നേടണ്ട, അവരെ കർത്താവിന് വേണ്ടി അവരെ നേടിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനൊരു മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ, അങ്ങനൊരു ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. യോബ് തൻ്റെ സ്നേഹിതന്മാരുടെ നന്മയ്ക്കായി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിന്റെ സ്ഥിതിയെ മാറ്റിയൊരു ദൈവമുണ്ട്. ആ ദൈവം ഇന്നും ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ. ഇവിടെ അകത്തുനിന്ന് തന്നെ ഡിസ്കറേജ്മെന്റ് വരികയാണ്. നിങ്ങളുടെ ഭവനത്തിനകത്തുനിന്ന് നിങ്ങളെ ഡിസ്കറേജ് ചെയ്യുന്നുണ്ടോ? നീ എന്തിനാ സ്നാനപ്പെട്ടത്? നീ എന്തിനായി ദൈവത്തെ അറിയുന്നത്? നിനക്ക് വല്ല ജോലിക്കും പോയിക്കൂടെ? നീ എന്തിനാണ് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞ് നടക്കുന്നത്? നീ എന്തിനാണ് എപ്പോഴും ഇരുന്ന് ബൈബിൾ വായിക്കുന്നത്? നീ എന്തിനാണ് ഈ പാട്ടുകൾ പാടുന്നത്? നീ എന്തിനാണ് എപ്പോഴും ഈ യൂട്യൂബിൽ ഈ പ്രസംഗങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അകത്തളങ്ങളിൽ നിന്ന് തന്നെ നിനക്ക് വെളിപ്പെടുന്ന ഡിസ്കറേജ്മെന്റുകൾ ഉണ്ടെങ്കിൽ ഓർക്കുക, ഒരു വലിയ ശുശ്രൂഷയ്ക്കായി ദൈവം നിന്നെ ഒരുക്കുകയാണ്. ഒരു വലിയ പദ്ധതിക്കായി കർത്താവ് നിങ്ങളെ ഒരുക്കുകയാണ്. ഹല്ലേലൂയ. Verse number 28 of 1 Samuel 17. His eldest brother Eliab heard him talking to men, and Eliab's anger was kindled against David. The first discouragement which this man of God David faced was not from the troops of the opposite army, but it came from his own home. Whenever you first step forward for the cause of the Lord, the first discouragement mostly comes from the people of God. People of God, this is not a time to discourage one another when we are backbiting and when we are fighting against each other. What is at jeopardy is the glory of the Lord. God is not getting the glory of all the fightings which are happening. And in your life, if any discouragement, if any problem that cropped up from inside your home, make sure that you have the anointing of the Lord, and that anointing will make greater things for you. And what people usually do, if a person does a great ministry for the Lord, they will usually say, this man is a haughty man, this man doesn't consider others, but what he had is not anything about himself. He was carrying the anointing for the cause of God, so that Yahweh's name may be glorified. സഹോദരന്മാർ, അവൻ അഹങ്കാരിയാണെന്നും നിഗളിയാണെന്നും ആരെയും വകവയ്ക്കാത്തവനാണെന്നും ഒക്കെ പറയുന്നെങ്കിലും ദാവീദ് അതായിരുന്നോ? ദാവീദ് അതായിരുന്നെങ്കിൽ ദൈവം പറയുമോ അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന്? ദാവീദ് അതായിരുന്നെങ്കിൽ ഈ അഹങ്കാരിയായ ശൗലിനെ നീക്കിയിട്ട് ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്യുമോ? അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, മനുഷ്യൻ പറയുന്നതും മനുഷ്യൻ നിങ്ങളെക്കുറിച്ച് സ്പ്രെഡ് ചെയ്യിക്കുന്നതും അല്ല പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളിൽ കാണുന്നത്. ദൈവം നിങ്ങളിൽ എന്താണോ കാണുന്നത് അതാണ് സത്യം. ദൈവം നിങ്ങളോട് എന്താണോ പറഞ്ഞത് അതാണ് സത്യം. പല ശരികൾ ഈ ലോകത്തിലുണ്ട്, സ്തോത്രം. എന്നാൽ സത്യം എന്ന് പറയുന്നത് വചനമാണ്, സത്യം എന്ന് പറയുന്നത് ദൈവമാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു കൂട്ടം ശരികളിലാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? മാറ്റമില്ലാത്ത സത്യത്തിലാണോ നാം വിശ്വസിക്കേണ്ടത്? സത്യത്തിലാണ് നാം വിശ്വസിക്കേണ്ടതെങ്കിൽ ദൈവത്തിന്റെ ശബ്ദമാണ് സത്യം, ദൈവത്തിന്റെ വചനമാണ് സത്യം, ദൈവത്തിന്റെ ആലോചനയാണ് സത്യം. ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ദൈവം വെളിപ്പെടുത്തുന്നതാണ് സത്യം എന്ന് പറയുന്നത്. What you can find here is all the things which was said against David was not true. It was not true because he was a man after God's own heart. The things which are spread around you, which are against you, are mere allegations. It's mere rumor. It's not the truth. The truth is the word of God. Other things are mere allegations and rumors. All the things which were said against David was mere allegations, but he was not all the things which people said against him. ആദ്യം നിന്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി നിൽക്കുന്നതും നിന്റെ നന്മകൾക്ക് തടസ്സമായി നിൽക്കുന്നതും അകത്തളങ്ങളിൽ നിന്നായിരിക്കും. രണ്ടാമത് പുറത്തുനിന്നുള്ള ആക്രമണം. അതാണ് 33-ാം വാക്യം. ശൗല് പെട്ടെന്ന് തിരിയുകയാണ്. ശൗല് ദാവീദിനോട് പറയാണ്, ഈ ഫെലിസ്തീനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല. കണ്ടോ, ഡിസ്കറേജിങ് സ്പിരിറ്റ് എന്ന് അതിന് പറയുന്നേ.
ഈ ഫെലിസ്തീനോട് അംഗം പൊരുതാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു. ഹല്ലേലൂയ. ശരിക്കും ഈ ഭാഗം വായിക്കുമ്പോഴേ എനിക്ക് എന്താ പറയുന്നത്, ഈ ശൗലെന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞവനല്ലേ, ദൈവം ആരെന്ന് അറിഞ്ഞവനല്ലേ, ദൈവത്തിന്റെ അഭിഷേകം വീണ മനുഷ്യനല്ലേ. ഈ മനുഷ്യൻ ഇത്ര അധംപതിച്ചു പോയോ? ഡിസ്കറേജ് ചെയ്യുന്നുണ്ടോ? മറ്റൊരാളെ നിരുത്സാഹപ്പെടുത്തുന്ന കണ്ടോ? ദൈവമക്കളെ, ഒരിക്കലും മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തുന്ന അഭിഷേകം നഷ്ടപ്പെട്ട ദൈവം തള്ളിയ ഒരു ശൗലായി നിങ്ങൾ മാറല്ലേ. ദൈവം ഒരുത്തനെ തള്ളി എന്നുള്ളതിന്റെ, ദൈവം ഒരുത്തനെ വിട്ടു അവന്റെ മേളിൽ ഇപ്പൊ ഭൂതമാന്നുള്ളതിന്റെ യഥാർത്ഥ തെളിവാണ് അവൻ ആരെയും പ്രോത്സാഹിപ്പിക്കുകയില്ല, എല്ലാവരെയും ഡിസ്കറേജ് ചെയ്തുകൊണ്ടേയിരിക്കും. വെരി സിമ്പിൾ. നിങ്ങൾ അതിനു വേണ്ടി പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥന എടുക്കണ്ട. 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു, നമ്മൾ പറഞ്ഞില്ല ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം. ഒന്നും പ്രാർത്ഥിച്ചു നോക്കാനില്ല. ഒരുത്തൻ്റെ മേളിൽ ഭൂതമാണെന്നും അവൻ ദൈവം അവനെ തള്ളിയതാണെന്നും അവൻ്റെ മേളിൽ ഇപ്പം പരിശുദ്ധാത്മാവില്ല എന്നുള്ളതിൻ്റെയും വ്യക്തമായ തെളിവാണ്. എന്നാ പറഞ്ഞാൽ ഇവൻ നെഗറ്റീവേ പറയുള്ളൂ, എല്ലാവരെക്കുറിച്ചും നെഗറ്റീവ് പറയുള്ളൂ. ഒരു വ്യക്തിയും പൊങ്ങി വരാൻ സമ്മതിക്കില്ല. ഇവൻ എല്ലാവരെയും ഡിസ്കറേജ് ചെയ്യുന്ന ആളായിരിക്കും. മനുഷ്യരെ അവൻ എൻകറേജ് ചെയ്യില്ല. ഇത് തന്നെയാണ് ഇവിടെ ശൗല് പറഞ്ഞത്. നീ ബാലനാണ്, നിനക്ക് പ്രാപ്തിയില്ല, നീ കഴിവില്ലാത്തവനാണ്. അവനെ നോക്ക്, 9.7 ഹൈറ്റ്, അത്രയും ഫീറ്റ് ഉണ്ട് അവന്റെ ഉയരം, 10 അടി നീളമുണ്ട് അവന്. അവന്റെ കിരീടം നോക്ക്, അവന്റെ ഹെൽമറ്റ് നോക്ക്, അവന്റെ ബ്രസ്റ്റ് പ്ലേറ്റ് നോക്ക്, അവന്റെ നെഞ്ചിലിരിക്കുന്ന കവചം നോക്ക്. ആ ബ്രാസ് കൊണ്ട് ഉണ്ടാക്കിയതാ അത്. അഭിഷേകം നഷ്ടപ്പെട്ടവൻ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അഭിഷേകം നഷ്ടപ്പെട്ടവൻ ശത്രുവിന്റെ പ്ലസ് പോയിന്റുകളെ നോക്കി ഞെട്ടുമ്പോൾ, അഭിഷേകമുള്ളവൻ ശത്രുവിന്റെ വീക്ക് പോയിന്റുകളെ ശ്രദ്ധിക്കുന്നു. അഭിഷേകം നഷ്ടപ്പെട്ടവൻ ശത്രുവിന്റെ ഉയർച്ചകളെ കണ്ട് ഞെട്ടി നിൽക്കുമ്പോൾ, അഭിഷേകമുള്ളവൻ അവന്റെ വീക്ക് പോയിന്റ്, അവന്റെ നെറ്റിത്തടം ശ്രദ്ധിക്കുകയാണ്. ആ പോയിന്റ് അവൻ ശ്രദ്ധിക്കുകയാണ്. ആ നെറ്റിയിൽ കവചമില്ലാതിരിക്കുന്ന ആ ഭാഗത്ത് കല്ല് ചെന്ന് പതിച്ചാൽ അവൻ നിലത്ത് വീഴും. അഭിഷേകം നഷ്ടപ്പെട്ടവൻ എപ്പോഴും പ്രതിസന്ധിയെക്കുറിച്ചും പ്രശ്നത്തെക്കുറിച്ചും പ്രതികൂലത്തെക്കുറിച്ചും വാചാലനായിക്കൊണ്ടിരിക്കുമ്പോൾ, അഭിഷേകമുള്ളവൻ ശത്രുവിന്റെ ബലഹീനതകളെ കാണുന്നു, ദുഷ്ടന്റെ ബലഹീനതകളെ കാണുന്നു. യെസ്. The first discouragement for this man of God came from his own household. The next comes from King Saul, and that we read in verse number 33. You find Saul said to David, "You are not able to go against the Philistine to fight with him, for you are just a boy, and he has been a warrior from his youth." How you can detect a person who is possessed by evil spirit? He will say only negative things. He will say only discouraging things. That's the main trait of a person who is possessed by evil spirit. He will look at you and say, look at his chest plate, look at his armor, look at his helmet, it's very big. The person who has lost the anointing will always magnify the greatness of the enemy. But in opposite direction, the person who is possessed by the anointing of the Lord, he will be focusing on the weak point. He will not be looking at the helmet, he will not be looking at the height, he will be looking at the vulnerable point. He will be looking at the forehead of the enemy, and he will say, that weak point is enough for me to bring victory for me. 37ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ചെല്ലുക, ദൈവം നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞു. ശൗൽ തന്റെ പടയങ്കി ദാവീദിനെ ധരിപ്പിച്ചു, അവന്റെ തലയിൽ ശാമറ ശിരസ്ത്രവും വെച്ചു, തന്റെ കവചവും ഇടിവിച്ചു. പടയെങ്കി അവന്റെ വാളും കെട്ടി ദാവീദ് നടപ്പാൻ നോക്കി, എന്നാൽ അവൻ അത് ശീലയില്ലായിരുന്നു. ദാവീദ് ശൗലിനോട്, ഞാൻ ശീലിച്ചിട്ടല്ലായകയാൽ ഇവ ധരിച്ചുകൊണ്ട് എനിപ്പ് നടപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. നോക്കുക, വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുകയാണ്, ഫെലിസ്ത്യനെ എന്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കും, അവന്റെ കയ്യിൽ നിന്ന് എന്റെ ദൈവം എന്നെ രക്ഷിക്കും. സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ചൊരു ദൈവമുണ്ട്. ഇന്ന് ഈ സന്ദേശം അവസാനിപ്പിക്കുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവ് ചിലരോട് പറയട്ടെ, കഴിഞ്ഞ നാളുകളിൽ നിന്നെ നടത്തിയ ഒരു ദൈവമുണ്ട്,
കഴിഞ്ഞ നാളുകളിൽ നിന്നെ അത്ഭുതകരമായി പരിപാലിച്ചൊരു ദൈവമുണ്ട്. ഇന്ന് കടന്നു പോകുന്ന വിഷയത്തെക്കാൾ വലിയ വിഷയങ്ങളെ നീ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് കടന്നു പോകുന്ന പ്രശ്നങ്ങളെക്കാൾ വലിയ പ്രശ്നങ്ങളെ നീ അഭിമുഖീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നിനക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം, കഴിഞ്ഞ നാളുകളിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന കർത്താവ്, കഴിഞ്ഞ നാളുകളിൽ നിന്നെയും നിന്റെ തലമുറയും കുടുംബത്തെയും സഭയും ശുശ്രൂഷയും പരിപാലിച്ചവനായ ദൈവം ഇന്ന് ലീവിലല്ല, ഒളിവിലല്ല, മോർച്ചറിയിലല്ല. അവൻ ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അവൻ ഇന്നും പ്രവർത്തിപ്പാൻ വിശ്വസ്തനായിരിക്കുന്നു. ഈ സത്യം മറക്കരുത്. വാ തുറന്ന് പറയാമോ? കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ദിവസം വരെ എന്നെ അത്ഭുതകരമായി നടത്തിയ ദൈവം, അതിശയകരമായി പരിപാലിച്ച ദൈവം തുടർന്നും എന്നെ ജയത്തോടെ നടത്തുമെന്ന് ഉറപ്പുള്ളവർ ഒരു ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. In response to the discouraging words of King Saul, David says, I had a great experience in the wilderness when lion and bear came against me. I rescued the sheep from its mouth. The Lord has given you enough experience. The power of the experience, the godly experiences of God's leading and God's direction which you have in your life, that will give you enough impetus to move forward, because the Lord has already worked in my past and He will be working in the present and in the future, because I love Him. 45-ാമത്തെ വാക്യത്തിൽ ദാവീദ് ഫെലിസ്ത്യനോട് പറയുകയാണ്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ നിന്റെ മേൽ വരുന്നു, നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാകും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. ദാവീദ് പറയുന്നു, നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ അടുത്തേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കും എന്ന് പറഞ്ഞ ആ വേർഡ് തന്നെ ഇനഫാണ്. നിങ്ങൾ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ അധരം പോലെയാകുമെന്ന് സർവശക്തനായ ദൈവം അരുളി ചെയ്തെങ്കിൽ, വിശ്വാസത്തോടെ ഈ മലയോട് ചാടി കടലിലേക്ക് പോകാ എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് യേശു പറഞ്ഞെങ്കിൽ, നിന്റെ പ്രതിസന്ധിയെ നോക്കി, നിന്റെ സാഹചര്യങ്ങളെ നോക്കി വാ തുറന്ന് നെഗറ്റീവ് പറയാതെ നീ പറയുന്ന വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളെ ദൈവം മാനിച്ചിരിക്കും. ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യുകയില്ലെന്ന് ഏലിയാവ് പറഞ്ഞപ്പോൾ ആ വാക്കിനെ മാനിച്ചൊരു ദൈവമുണ്ടെങ്കിൽ, ആ സാഹചര്യങ്ങളെ നോക്കി, ആ രോഗത്തെ നോക്കി, ആ പ്രതിസന്ധിയെ നോക്കി പറയുക, യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം സൗഖ്യമാകും. യേശുവിൻ്റെ നാമത്തിൽ ആ വഴികൾ എൻ്റെ മുമ്പിൽ സ്വർഗം തുറക്കും. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ദൈവം എന്നെ ഒരു അത്ഭുതമായി നിർത്തും. വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനം നടത്തിയതിനു ശേഷമാണ് ദാവീദ് ഗോലിയാത്തിന്റെ അടുക്കിലേക്ക് നടന്നു നീങ്ങുന്നത്. In response to the verbal assault which was showered by this giant, David opens his mouth and proclaims a faith proclamation before the giant. You have to open your mouth and say faith proclamations. Look at your problems and say in faith. Do not say negative things. Look at the problems and say, my Lord has led me in the past and in present. These circumstances, these problems have cropped up, and in the name of Jesus, proclaim that you will overcome these problems. ദാവീദ് ഫെലിസ്ത്യന് നേരെ ഓടി. അവന്റെ സഞ്ചിയിൽ നിന്ന് കല്ലെടുത്ത് കവണയിൽ വെച്ച് വീശി ഫെലിസ്ത്യന്റെ നെറ്റിക്കെറിഞ്ഞു. ഞാനതാ പറഞ്ഞത്, എവിടെയോ ഈ 50-55 കിലോ വെയിറ്റ് ഉള്ള ഈ ശിരസ്ത്രത്തിന്റെ ഇടയിൽ എവിടെയോ ഒരു പോയിന്റ് പുള്ളി കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കുള്ള ജയത്തിനായി, നിങ്ങൾക്കുള്ള വിടുതലിനായി ദൈവം എവിടെങ്കിലും എന്തെങ്കിലും ഒരു ഭാഗം ഒരുക്കി വെച്ചിരിക്കും. ഏതെങ്കിലും ഒരു പോർഷൻ നിന്റെ മടങ്ങി വരവിനായി, വിടുതലിനായി കർത്താവ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. ബൈബിൾ പറയുന്നു, അതാ കല്ല് അവന്റെ നെറ്റിയിൽ പതിഞ്ഞു, അവൻ കവന്നു വീണു. ഏകദേശം 10 അടിയോളം നീളമുള്ള 50 കിലോയോളം വെയിറ്റ് ഉള്ള ശിരസ്ത്രം അണിഞ്ഞ ഈ മനുഷ്യനെ അവൻ താഴെ വീണപ്പോ തന്നെ എന്നാ ശബ്ദമായിരിക്കും. ദാവീദ് എറിഞ്ഞ കല്ല് അത് നെറ്റി കൊണ്ട ശബ്ദമല്ല, ഗോലിയാത്ത് വീണ ശബ്ദം. താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്. ഇന്ന് ആരോടൊക്കെയോ കർത്താവ് പറയുന്നു, നിനക്ക് വിരോധമായി നിന്ന ചിലത്, നേരെ നിനക്ക് മുൻപിൽ നിന്ന ചിലതിനെ, സ്തോത്രം, നീ കാണാത്ത നിലകളിൽ
എന്റെ ദൈവം നിന്റെ മുമ്പിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. കർത്താവ് എടുത്തു മാറ്റി. ഇതുവരെ നിന്നോട് വാദിച്ചു നിന്ന രോഗം, ഇതുവരെ നിന്നോട് വാദിച്ചു നിന്ന കടഭാരം, ഇതുവരെ നിന്നോട് വാദിച്ചു നിന്ന കുടുംബ പ്രശ്നം, ഇതുവരെ നിന്നോട് വാദിച്ചു നിന്ന പ്രതിസന്ധി, യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്താൽ പരിശുദ്ധാത്മാവിനാൽ സ്വർഗം നിന്റെ മുമ്പിൽ നിന്ന് ഉയർന്നു പൊങ്ങി നിന്നതിനെ നിലംപരിചാക്കുവാൻ കഴിവുള്ള ദൈവം ജീവിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദാവീദ് ഒരു കവണയും കല്ലും കൊണ്ട് ഫെലിസ്തീനെ ജയിച്ചു, ഫെലിസ്തീനെ കൊന്നുമുടിച്ചു. എന്നാൽ ദാവീദിന്റെ കയ്യിൽ വാളില്ലായിരുന്നു. ഈ ഫെലിസ്തീന്റെ വാളെടുത്തിട്ട്, അവന്റെ ഉറയിൽ നിന്ന് അവന്റെ വാളെടുത്തിട്ട് അവന്റെ ശിരസിനെ ദാവീദ് വെട്ടി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ സന്ദേശത്തിലൂടെ ഈ മനുഷ്യന്റെ ജീവചരിത്രം നിങ്ങൾ നോക്കിയാൽ, ദാവീദിന്റെ ജീവചരിത്രം നോക്കിയാൽ, ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, ദാവീദ് ചെന്നെടുത്തൊക്കെയും യഹോവ അവന് ജയം കൊടുത്തു. ദാവീദ് ചെന്നെടുത്തൊക്കെയും. എത്ര പേര് ഏറ്റെടുക്കും ആ മെസ്സേജ്? കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിനാൽ, ഞാൻ നിന്നെ ആരാധിക്കുന്നതിനാൽ, നീ എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ, നിന്റെ ആത്മാവ് എൻ്റെ മേലുള്ളതിനാൽ, ഞാൻ ചെല്ലുന്നിടത്തൊക്കെയും നീ എനിക്ക് ജയം തരുന്ന ദൈവമാണ്. റിസീവ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ഞാൻ തൊടുന്നതിലൊക്കെയും എൻ്റെ ദൈവം എനിക്ക് ജയത്തെ നൽകും. കാരണം എന്നറിയാം, ദാവീദ് he was obedient before God. ദൈവത്തിൻ്റെ മുൻപിൽ ഭയങ്കര ഒബീഡിയന്റ് ആയിരുന്നു ഈ മനുഷ്യൻ. അതാണ് 119 സങ്കീർത്തനത്തിന്റെ 33 മുതലുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ, ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായപ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനകളുടെ പാതയിൽ, അതിന് 35 വാക്യം പറയുന്നത്, നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ. ഞാനതിൽ ഇഷ്ടപ്പെടുന്നല്ലോ. ദൈവത്തിന്റെ കൽപ്പന ഇഷ്ടപ്പെട്ട, അവന്റെ പാതയിൽ നടക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യൻ, അവന്റെ റീസൺ, സക്സസിന്റെ റീസൺ, വിജയത്തിന്റെ കാരണം ദൈവത്തെ സ്നേഹിക്കുന്ന ഹൃദയം. ദൈവത്തിന് മുമ്പാകെ ദാവീദ് ഭയങ്കര ഹംബിളായിരുന്നു. അത് 62 സങ്കീർത്തനത്തിന്റെ 5 മുതലുള്ള ഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്നത്. അവിടെ ദാവീദ് എത്ര ഹംബിളായിരുന്നെന്ന് ഞാൻ റെഫറൻസ് പറയുന്നത്. ദൈവമേ, ഞാൻ നിന്നെ നോക്കി മൗനമായിരിക്കും, എൻ്റെ പ്രത്യാശ അവനിൽ നിന്ന് വരുന്നു. ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്ന അതിൻ്റെ 6-7 വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായ ഒരു ഹംബിളായി, വളരെ ഹംബിളായി ദൈവം മുൻപാകെ നിൽക്കുന്ന ഒരു ദൈവപുരുഷനെ നിങ്ങൾക്ക് കാണാം. എന്ത് തെറ്റ് ചെയ്താലും, ദാവീദിന്റെ അടുത്തൊരു ക്വാളിറ്റിയാണ് പറയുന്നത്, ഹി റിപ്പന്റഡ് ഹിംസെൽഫ് ബിഫോർ ഗോഡ്. തെറ്റുകൾ സംഭവിക്കാത്ത ആരുമില്ല. പക്ഷെ ദാവീദ് എന്ത് തെറ്റ് ചെയ്താലും ഉടനെ ക്ലിയറൻസ് എടുക്കും, ദൈവത്തിന്റെ മുൻപാകെ കവന്നു വീണ് കരയും. അതാ 25 സങ്കീർത്തനത്തിന്റെ 11 വാക്യം, യഹോവേ, എൻ്റെ അകൃത്യം വലിയത്, നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ. എപ്പോഴും തന്നെ ന്യായീകരിക്കാത്ത ഒരു ഹൃദയം ഈ മനുഷ്യനുണ്ടായിരുന്നു ദൈവദാസനെ. ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ പിറകിലുള്ള രഹസ്യങ്ങൾ ഇതൊക്കെ. ദൈവത്തെ സ്നേഹിക്കുന്ന മനസ്സ്, ദൈവത്തിന് മുമ്പിൽ ഒബീഡിയന്റ് ആയിരിക്കുന്ന ഹൃദയം, ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന ഹംബിളായിട്ടുള്ള ആ ഹാർട്ട്. തെറ്റുകൾ വന്നാൽ, കുറവുകൾ വന്നാൽ തന്നെ ന്യായീകരിക്കാതെ ദൈവത്തിന് മുൻപാകെ 51 സങ്കീർത്തനം തൻ്റെ ജീവിതത്തിൽ ഒരു പാപം സംഭവിച്ചപ്പോൾ, തെറ്റ് സംഭവിച്ചപ്പോൾ താൻ എഴുതിയതാണ്, നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ പാപങ്ങളെ മായിച്ചു കളയണമേ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ പരിശുദ്ധാത്മാവിനെ നിന്ന് എടുക്കരുത്. ഇങ്ങനെ ദൈവത്തിന്റെ മുൻപാകെ നെടുമ്പാട് വീഴുന്ന ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവനായിരുന്നു, ദൈവത്തിൽ മുൻപാകെ ഫെയ്ത്ത്ഫുൾ ആയിരുന്നു. പ്രധാനമായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഒന്ന് വായിക്കാമോ കർത്താവിന്റെ ദാസനെ? 105 സങ്കീർത്തനം 15 വാക്യം, 105 സങ്കീർത്തനം 15 വാക്യം, അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. 105 സങ്കീർത്തനം 15 വാക്യം. യെസ്, റീഡ് ഇറ്റ്. എന്റെ അഭിഷിക്തന്മാരെ തുടരുത്, എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുതേ എന്ന് പറഞ്ഞു. നോക്കിയേ, ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. ശൗലിനെ കൊന്നുകളയാനും ശൗലിനെ തീർക്കാനും അവന്റെ വസ്ത്രാഗ്രം വരെ കട്ട് ചെയ്ത് കൈ പിടിക്കാനും ഒക്കെയുള്ള അവസരം ദാവീദിന് ലഭിച്ചു. പക്ഷേ ഒരിക്കലും എൻ്റെ യജമാനന്റെ നേരെ ഞാൻ കൈപൊക്കത്തില്ല, ദൈവത്തിന്റെ അഭിഷിക്തന്മാർക്കെതിരെ ഞാൻ സംസാരിക്കത്തില്ല, അവരെ തൊടത്തില്ലെന്ന് ദാവീദ് പറയാനിടയായി. നോക്കിയേ, അതൊന്ന് നമുക്ക് വേണമെങ്കിൽ ആ ഭാഗം ജസ്റ്റ് ഒന്ന് ഓടിച്ചു വായിച്ചു പോകാനുള്ള നേരമേ ഉള്ളൂ. 1 സാമുവേൽ അതിന്റെ 24 അധ്യായം എടുത്തേ. 24 അധ്യായം ഒന്ന് പെട്ടെന്നൊന്ന് ഓടിച്ചു വായിച്ചേ. 24 അധ്യായം ഒന്ന് വേഗം എടുക്കാം. യെസ്. ശൗൽ ഫെലിസ്ത്യരെ ഓടിച്ചു കളഞ്ഞിട്ട് മടങ്ങി വന്നപ്പോൾ
ദാവീദ് എൻഗേദി മരുഭൂമിയിൽ ഉണ്ടെന്ന് അവന് അറിവ് കിട്ടി. ആ. അപ്പോൾ ശൗൽ എല്ലാ ഇസ്രായേലിൽ നിന്നും തെരഞ്ഞെടുത്തിരുന്ന 3000 പേരെ കൂട്ടിക്കൊണ്ട് ദാവീദിനെയും അവന്റെ ആളുകളെയും തിരയുവാൻ കാട്ടാടിൻ പാറകളിൽ ചെന്നു. അവൻ വഴിയരികെയുള്ള ആട്ടിൻ തൊഴുത്തിങ്കിലെത്തി. അവിടെ ഒരു ഗുഹയുണ്ടായിരുന്നു. ശൗൽ കാൽമടക്കത്തിൽ അതിൽ കടന്നു. എന്നാൽ ദാവീദും അവന്റെ ആളുകളും ഗുഹയുടെ ഉള്ളിൽ പാർത്തിരുന്നു. ദാവീദിന്റെ ആളുകൾ അവനോട്, ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നിനക്ക് ബോധിച്ചതുപോലെ അവനോട് ചെയ്യാമെന്ന്. ഈ ഗുഹയ്ക്കകത്തോട്ട് ശൗല് കയറി വരുമ്പോൾ ദാവീദിനും സൈന്യത്തിനും ശൗലിനെ കൊന്നുകളയായിരുന്നു. 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ശൗലിന്റെ വസ്ത്രാഗ്രം ഈ പുറകിൽ കൂടെ പോയി ദാവീദ് മുറിച്ചെടുത്തു. അത് മുറിച്ചെടുത്തതില് ദാവീദിന്റെ മനസാക്ഷി കുത്തി തുടങ്ങിയെന്ന ഒരു അഭിഷിക്തന്റെ വസ്ത്രത്തിന്റെ അഗ്രം. ഇപ്പൊ അഭിഷേകം ഇല്ല, പക്ഷെ ദൈവം തെരഞ്ഞെടുത്തിരുന്ന മനുഷ്യനാ. ആ മനുഷ്യന്റെ വസ്ത്രാഗ്രം തൊട്ടതുപോലും മനസാക്ഷിക്കുത്തുണ്ടായി. മനസാക്ഷിക്കുത്തുണ്ട്. അഭിഷേകം ഉള്ളവർക്കും പരിശുദ്ധാത്മാവുള്ളവർക്കും ഒക്കെ ഈ മനസാക്ഷിക്കുത്തെന്ന് പറയുന്ന സാധനം ഉണ്ടാവുള്ളൂ. അവന് മനസാക്ഷിക്കുത്തുണ്ടായി. എന്നിട്ട് 6-ാമത്തെ വാക്യത്തിൽ ദാവീദിന്റെ സൈന്യത്തോട് ദാവീദ് പറയുകയാണ്, യഹോവയുടെ അഭിഷിക്തനായ എന്റെ യജമാനന്റെ നേരെ കൈയെടുക്കുന്നതായി കാര്യം ചെയ്യുവാൻ യഹോവയെ എനിക്ക് ഇടവരരുതേ, അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ. ഓ ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഞാൻ ഈ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യുന്ന ഈ ഭാഗം ഇമ്പോർട്ടന്റ് ആണ്. ദൈവത്തെയും ദൈവത്തിന്റെ അഭിഷിക്തന്മാരെയും ദൈവത്തിന്റെ ദാസന്മാരെയും സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. എപ്പോഴും അഭിഷേകത്തോട് ദാവീദ് ഭയങ്കര റെസ്പെക്ട് പുലർത്തിയിരുന്നു. അനോയിന്റിങ്ങിനോട്, അഭിഷേകത്തോട് ഭയങ്കര ആദരവ് പുലർത്തിയിരുന്ന മനുഷ്യനായിരുന്നു ദാവീദ്. ശൗലിന്റെ കുറവുകളെയല്ല, അവൻ ചെയ്ത തെറ്റുകളെയല്ല, പുറകെ നടന്ന് ഉപദ്രവിച്ചതല്ല. ഇപ്പോഴും ഈ പുള്ളി ദാവീദിനെ കൊല്ലാൻ നടക്കുക. ഇതൊന്നും ആ മനുഷ്യൻ ഓർക്കാതെ ആ അഭിഷേകത്തോട് കാണിച്ച റെസ്പെക്ട് നിമിത്തം, അഭിഷിക്തനോട് കാണിച്ച റെസ്പെക്ട് നിമിത്തം എന്ത് സംഭവിച്ചെന്നറിയാവോ? അവന്റെ ഗോത്രത്തിലാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഭിഷിക്തൻ ജനിച്ചത്. അവന്റെ ഗോത്രത്തിലാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഭിഷിക്തൻ ഉടലെടുത്തത്. ക്രൈസ്റ്റ്. The Christ mean anointed one. Hallelujah. നീ അഭിഷേകത്തെയും അഭിഷിക്തനെയും ദൈവത്തെയും ദൈവത്തിന്റെ ദാസന്മാരെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ? നിന്റെ ഭവനത്തിൽ അഭിഷിക്തന്മാരുണ്ടാകും, നിന്റെ വീട്ടിൽ അഭിഷിക്തന്മാരുണ്ടാകും, നിന്റെ കുടുംബത്തിൽ അഭിഷിക്തന്മാർ ജനിക്കും, നിന്റെ ഭവനത്തിൽ അഭിഷിക്തന്മാർ ജനിക്കും. അത് വിശ്വസിക്കുന്നവർ, ഏറ്റെടുക്കുന്നവർ എത്ര പേരുണ്ട്? അവൻ ശൗലിന്റെ ഗോത്രത്തിൽ ഒരു അഭിഷിക്തനും ഉണ്ടായില്ല. ശൗലിന്റെ തലമുറയിൽ അഭിഷേകത്തിനെതിരെ നിന്നവന്റെ തലമുറയിൽ പിന്നെ ചരിത്രം അതോടുകൂടെ തീരുകയാണ്. പക്ഷേ അഭിഷേകത്തെയും അഭിഷിക്തന്മാരെയും ദൈവത്തെയും ദൈവദാസന്മാരെയും സ്നേഹിച്ചവന്റെ ഗോത്രത്തിൽ അഭിഷിക്തന്മാരുടെ പരമ്പര എഴുന്നേൽക്കുകയാണ്, അഭിഷിക്തന്മാരുടെ തലമുറ എഴുന്നേൽക്കുകയാണ്, അഭിഷേകം ചെയ്യുന്നവൻ എഴുന്നേൽക്കുകയാണ്. ഓ, ഇവനോ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും എന്ന് പറഞ്ഞ യേശു ദാവീദ് ഗോത്രത്തിൽ ജനിക്കുകയാണ്. ഇതൊരു തീരുമാനത്തിന്റെ സമയമാണ്. അഭിഷേകത്തെയും അഭിഷിക്തന്മാരെയും റെസ്പെക്ട് ചെയ്തവന്റെ ഗോത്രത്തിനകത്ത് റിയൽ അനോയിന്റഡ് വൺ, അഭിഷിക്തനായ ക്രിസ്തു എഴുന്നേൽക്കുന്നു. നിങ്ങളുടെ ഭവനത്തിൽ അഭിഷിക്തന്മാരുണ്ടാകണമോ? നിന്റെ വീട്ടിൽ നിന്ന് ദൈവദാസന്മാർ എഴുന്നേൽക്കണമോ? നിന്റെ കുടുംബത്തിലുള്ള നിന്റെ മക്കൾ ദൈവത്തെ അന്വേഷിക്കുന്നവരാകണമോ? ദൈവത്തെയും തന്റെ ദാസന്മാരെയും അവരുടെ അഭിഷേകത്തെയും സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നിന്റെ മക്കളും ആ നിരയിലേക്ക് വരും. അഭിഷിക്തന്മാരെയും ദൈവപ്രവർത്തികളെയും കുറ്റം പറയുന്നതാണ് നിന്റെ മക്കൾ കേട്ട് വളരുന്നതെങ്കിൽ അവരും വെറുത്തു പോകും ഈ വചനത്തെയും ദൈവത്തെയും ദൈവപ്രവർത്തിയെയും. ദാവീദേ, എത്ര ക്വാളിറ്റിയാണ് നിന്നിൽ ഞാൻ കൗണ്ട് ചെയ്യുന്നത്. ഹി ലവ്ഡ് ഗോഡ്. ഫസ്റ്റ് ഒന്ന് മലയാളത്തിൽ പറയാമോ? നമ്പർ 1, he loved God. അദ്ദേഹം ദൈവത്തെ സ്നേഹിച്ചു. Number 2, he was obedient before God. ദൈവത്തെ അനുസരിക്കുന്നയാളായിരുന്നു. Number 3, he humbled himself before God. ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തുന്നയാളായിരുന്നു. He repented himself before God. ദൈവസന്നിധിയിൽ എപ്പോഴും അനുതപിക്കുന്ന മനസ്സുള്ളയാളായിരുന്നു. He trusted in God. ദൈവത്തിൽ എപ്പോഴും ആശ്രയിച്ചു. He faithful before God. ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നു. He respected not only God but also the anointed man of God. ദൈവത്തെ മാത്രമല്ല ദൈവത്തിന്റെ അഭിഷിക്തന്മാരെയും അദ്ദേഹം ബഹുമാനിച്ചു. അതിനാൽ അവൻ ജയാളിയായി തീർന്നു.
അതിനാൽ അവൻ അനുഗ്രഹപൂർണനായി തീരുന്നു. അവൻ നന്നായി വയസ്സ് ചെന്നവനും ധനവും മാനവും ഉള്ളവനായി അടക്കപ്പെട്ടു. ഓ, എത്ര പേർക്ക് ഒരു ആമീൻ പറ. അവൻ നന്നായി വയസ്സ് ചെന്നവനും ധനവും മാനവും ഉള്ളവനായി അവൻ അടക്കപ്പെട്ടു. ഇന്ന് ഈ വചനത്തെ ജയജീവിതത്തിനായി ഈ വചനത്തെ ഏറ്റെടുക്കുന്നവർ ആ കരങ്ങളെ ഒന്ന് ഉയർത്തി വായികൾ തുറന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പാ, എന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുകയാണ്, എന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുകയാണ്. ഓ ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, ഞാൻ അവനെ അഭിഷേകം ചെയ്തു, എൻ്റെ കരം അവനോട് കൂടെ ഇരുന്നു. ദുഷ്ടൻ അവനെ പീഡിപ്പിക്കാതെ, വഷളൻ അവനെ തകർത്തു കളയാതെ ഞാൻ അവനെ പരിപാലിച്ചു. ദാവീദ് ചെന്നെടുത്തൊക്കെയും യഹോവ അവന് ജയം കൊടുത്തു. ദാവീദ് ചെന്നെടുത്തൊക്കെയും യഹോവ അവന് ജയം കൊടുത്തു. ജയജീവിതത്തിനായി, വിജയത്തിനായി നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് അധരങ്ങൾ തുറന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പാ, എന്നെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. അങ്ങയെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം എനിക്കുണ്ടാകാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദാവീദിനെ പോലെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരിക്കാൻ എന്നെ സമർപ്പിക്കുന്നു. അപ്പാ, നിന്റെ മുമ്പിൽ ഞാൻ ഒബീഡിയന്റ് ആയിരിക്കട്ടെ കർത്താവേ, ഞാൻ ഹമ്പിൾ ആയിരിക്കട്ടെ കർത്താവേ. എന്റെ ഭാഗത്തൊരു തെറ്റോ കുറവോ വീഴ്ചയോ വന്നാൽ എന്നെ ന്യായീകരിക്കാതെ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് ഏറ്റുപറഞ്ഞ് ഞാൻ തപിക്കുന്ന ഒരു ഹൃദയം എന്റെ ജീവിതത്തിൽ എനിക്ക് തരണേ കർത്താവേ. ഏത് സൈന്യത്തിന്റെയും, ഏത് പ്രതിസന്ധിയുടെയും, ഏത് വെല്ലുവിളികളുടെയും, ഏത് രോഗങ്ങളുടെ നടുവിൽ അങ്ങയിൽ ആശ്രയിക്കുന്ന ഒരു മനസ്സെനിക്ക് തരണമേ കർത്താവേ. നിന്റെ മുൻപാകെ വിശ്വസ്തനായിരിക്കാൻ, നിന്നെ മാത്രമല്ല കർത്താവേ, നിന്റെ ദാസന്മാരെയും സ്നേഹിപ്പാൻ, നിന്റെ സഭയെ സ്നേഹിപ്പാൻ എന്റെ ഹൃദയത്തിൽ നീ എന്നെ ഒരുക്കണമേ. പ്രിപ്പയർ ചെയ്യണമേ, പ്രിപ്പയർ ചെയ്യണമേ, പ്രിപ്പയർ ചെയ്യണമേ. ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പറയുന്നു, നിന്റെ ഭവനത്തിനകത്തുനിന്ന് ചില അഭിഷിക്ത തലമുറകൾ പുറത്തു വരും. നിന്റെ വീട്ടിനകത്തുനിന്ന് ചില അഭിഷിക്ത തലമുറകൾ പുറത്തു വരും. നീ ദൈവത്തെയും ദൈവത്തിന്റെ സഭയെയും ദൈവത്തിന്റെ അഭിഷിക്തന്മാരെയും അവർ അഭിഷേകത്തെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ചില അഭിഷിക്ത തലമുറകൾ നിന്റെ ഗോത്രത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ഫാമിലിക്കകത്തുനിന്ന് ദൈവം പുറത്തെടുക്കും. ഹല്ലേലൂയ. അതരങ്ങളെ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ടെ. വീണു പോകുന്ന ഒരു ശൗലാകണ്ട, ഒരു അഹങ്കാരിയായ മനുഷ്യനാകണ്ട കർത്താവേ. ജീവിതത്തിൽ ഒരു കുറവ് വന്നാൽ ദാവീദിനെ പോലെ നിന്റെ സന്നിധിയിൽ വീഴുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ. ഹൃദയ പരമാർത്ഥത എനിക്ക് തരണമേ. അങ്ങേ സ്നേഹിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ. എവിടേക്കോ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുകയില്ലെന്ന് നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരിക്കലും ദൈവം നിങ്ങളോട് പറഞ്ഞതല്ല. ദാവീദിന്റെ ജ്യേഷ്ഠൻ ദാവീദിനെ ഡിസ്കറേജ് ചെയ്തത് ദാവീദിനോടുള്ള അസൂയ നിമിത്തമാണ്. ശൗൽ ദാവീദിനെ ഡിസ്കറേജ് ചെയ്തത് അവന്റെ മേളിൽ അശുദ്ധാത്മാവുള്ളത് കൊണ്ടും വാസ്തവമായും അവൻ ശത്രുവിനെ കണ്ട് ഭയപ്പെട്ടത് കൊണ്ടുമാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. മനുഷ്യൻ പറയുന്നതല്ല നിങ്ങൾ, ലോകം പറയുന്നതല്ല നിങ്ങൾ, പിശാച് പറയുന്നതല്ല നിങ്ങൾ. ദൈവം നിന്നെ തിരഞ്ഞെടുത്തെങ്കിൽ, ദൈവം നിങ്ങളെ കണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ വേർതിരിച്ചെങ്കിൽ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു ഗ്രേറ്റ് പ്ലാൻ ഉണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസിലെത്താൻ നടക്കുന്നൊരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിനായി വെളിപ്പെടുന്നൊരു പ്രിപ്പറേഷൻ ഉണ്ട്. ആ പ്രിപ്പറേഷനിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും പറയുന്നു, നിന്നെ ദൈവം അഭിഷേകം ചെയ്തതും വിളിച്ചതും വേർതിരിച്ചതും എല്ലാം തോപ്പിച്ചു കളയാനല്ല, പരാജയപ്പെടുത്താനല്ല, നിന്നെ വിജയിപ്പിക്കാൻ തന്നെയാണ്, വിജയിപ്പിക്കാൻ തന്നെയാണ്. പക്ഷെ കർത്താവിന്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു കൊടുത്തേ ദാവീദിനെ പോലെ. അപ്പൊ അങ്ങേ സ്നേഹിക്കുന്നൊരു ഹൃദയം എനിക്ക് തരണേ എന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവിന്റെ ദാസനൊരു പാട്ടിന്റെ വരി പാടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. അങ്ങേ സ്നേഹിക്കുന്ന ആ ഹൃദയം എനിക്ക് തരണമേ കർത്താവേ. ആ സ്നേഹം എന്നിൽ കവിഞ്ഞൊഴുകട്ടെ, ആ സ്നേഹം എന്നിൽ കവിഞ്ഞൊഴുകട്ടെ. ഇപ്പോൾ ആ സ്നേഹം എന്നിൽ കവിഞ്ഞൊഴുകട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. സ്നേഹം ഉയിർ കൊടുത്തേനിക്കായി, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേനിക്കായി, മന്നവ വർണ്ണിപ്പാൻ എഴുതല്ല എനിക്ക്, മന്നവ വർണ്ണിപ്പാൻ എഴുതല്ല എനിക്ക്. തേടി വന്നു
ദോഷിയാമെന്നെയും എന്നെയും നാഥ തേടി വന്നു. ദോഷിയാമെന്നെയും എന്നെയും നാഥ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ജനത്തെ ഞാൻ ആശീർവദിക്കുന്നു. നിന്റെ കരത്തിലേക്ക് അവരെ സമർപ്പിക്കുന്നു. സ്വർഗം നിന്റെ മക്കളെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ആദരിക്കുകയും ചെയ്യണമേ. ഒരത്ഭുത വിഷയമായി കർത്താവ് വരെ നിർത്തണമേ. ദാവീദ് ചെന്നെടുത്തൊക്കെയും യഹോവ അവന് ജയം കൊടുത്തു. നമ്മുടെ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് കർത്താവിന് നന്ദി പറയാം. ജയം ജയം, ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശു രാജർ നാമത്തിന് ജയം ജയം എപ്പോഴും. ആ പാട്ടിന്റെ വരികൾ പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. നിങ്ങളെ ജയത്തിനായി ഒരുക്കുന്നൊരു കർത്താവുണ്ട്. നിങ്ങളെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വാഹിച്ചു. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വാഹിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവറിയിൽ തോൽപ്പിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവറിയിൽ തോൽപ്പിച്ചു. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു. ശത്രുഗണമൊന്നാകവേ, ശത്രുഗണമൊന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ശത്രുഗണമൊന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനിമേൽ. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനിമേൽ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം ഹല്ലേലൂയ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. Hallelujah. Thank you, Jesus.